ബഹുമാനപ്പെട്ട നേതാക്കളെ, നല്ലവരായ സഹപ്രവർത്തകരെ, സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും. വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ മുസ്ലിം ലീഗിൻ്റെ 71ാം വാർഷികത്തോടനുബന്ധിച്ച് പ്രൗഢഗംഭീരമായി ഇവിടെ സംഘടിപ്പിച്ച ഈ പ്രതിനിധി സമ്മേളനത്തിൽ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചില രാഷ്ട്രീയ കാര്യങ്ങളെക്കുറിച്ച് അല്പനേരം പാർട്ടിയുടെ നിർദ്ദേശപ്രകാരം നിങ്ങളോട് സംസാരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ കാല ചരിത്രവും സാമുദായികമായ കാര്യങ്ങളും മുസൽമാന്മാരുടെ അഭിമാനകരമായ അസ്തിത്വവും പഴയകാല നേതാക്കന്മാരുടെ സ്വഭാവ മഹിമകളും എല്ലാം ഉൾപ്പെടെ അനേക കാര്യങ്ങൾ ഇവിടെ പല പ്രഭാഷകരിൽ നിന്നും നിങ്ങളും ഞാനും ശ്രവിച്ചു. ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലാണ് നാം പ്രധാനമായും മത്സരിക്കുന്നത്. നമ്മുടെ വിജയവും ഐക്യജനാധിപത്യ മുന്നണിയുടെ വിജയവും നമുക്ക് സുപ്രധാനമാണ്. അതോടൊപ്പം തന്നെ ദേശീയ തലത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഭരണം അവസാനിക്കണമെന്ന് നമുക്ക് എല്ലാവർക്കും വളരെ നിർബന്ധമാണ്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ സ്വീകരിക്കേണ്ടുന്ന നയ നിലപാടുകളെക്കുറിച്ച് നല്ല ധാരണയുള്ളവരാണ് നിങ്ങളെല്ലാവരും. കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റും കേന്ദ്രം ഭരിക്കുന്ന NDA സഖ്യവും അതിന് നേതൃത്വം നൽകുന്ന നരേന്ദ്രമോദിയും ഈ തെരഞ്ഞെടുപ്പിൽ വളരെയധികം വിമർശനങ്ങൾക്ക് പാത്രീഭവിക്കേണ്ടവരാണ്. അത്ഭുതങ്ങൾ സംഭവിച്ചില്ലെങ്കിൽ ഇന്ന് 5 മണിക്ക് തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 5 സംസ്ഥാനങ്ങളിലും പാർലമെൻറ്റിലേക്കുമുള്ള തെരഞ്ഞെടുപ്പ് ഇന്ന് 5 മണിയോടുകൂടി പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ എന്തൊക്കെ വിഷയങ്ങളാണ് ചർച്ച ചെയ്യപ്പെടുക? കേരളത്തിൽ നിന്ന് ചിന്തിക്കുമ്പോൾ ഒരുപാട് വിഷയങ്ങളുണ്ട്. മുസ്ലിം ന്യൂനപക്ഷത്തിൻ്റെ അഭിമാനകരമായ അസ്തിത്വം അടിസ്ഥാനപരമായ ഒരു ആത്യന്തിക ലക്ഷ്യമാണെങ്കിലും നാം എല്ലാ വിഭാഗം ജനങ്ങൾക്കും വേണ്ടി തെരഞ്ഞെടുപ്പ് കാലത്തും അല്ലാത്തപ്പോഴും സംസാരിക്കേണ്ടതായിട്ടുണ്ട്. മതന്യൂനപക്ഷങ്ങളുടെ അഭിമാനകരമായ അസ്തിത്വം മാത്രം വിഷയമാക്കി എടുത്തുകൊണ്ട് എത്ര നടന്ന് പ്രസംഗിച്ചാലും അതിൽ ആവേശഭരിതരാവുകയും തൽഫലമായി നമ്മളോട് യോജിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ജനങ്ങൾക്ക് ഒരു പരിമിതിയുണ്ട്. അവരുടെ എണ്ണത്തിൽ ഒരു പരിമിതിയുണ്ട്. തെരഞ്ഞെടുപ്പ് കാലത്ത് എല്ലാ മതേതര ശക്തികളെയും ഒരുമിച്ച് കൂട്ടാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. മുസ്ലിം ലീഗ് ഒരു ചെറിയ പാർട്ടിയാണ്. മതേതര ശക്തികളുടെ യോജിപ്പിനെ കുറിച്ച് പറയുമ്പോൾ എല്ലാവരും 100% മതേതരവാദികളാകണം എന്നില്ല. ആരാണ് മതേതരവാദി, ആരാണ് അല്ലാത്തത് എന്ന വേർതിരിവ് വളരെയേറെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ചിലർ 100% മതേതരവാദികളായിരിക്കും, ചിലർ 90, ചിലർ 70, 50. ഒരു 51% മതേതരവാദികളായ സംഘടനകളെല്ലാം സംഘടന എന്ന നിലക്ക് നമ്മോട് യോജിപ്പിച്ച് നിർത്തുകയാണ് നമുക്ക് വേണ്ടത്. വിശാലമായൊരു മതേതര മഹാസഖ്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ, അല്ലെങ്കിൽ അതിലെ ഇന്നത്തെ അവരുടെ പ്രസിഡന്റ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ
വിശാലമായൊരു മതേതര മഹാസഖ്യം എന്നത് പൂർണ്ണമായും ആ അർത്ഥത്തിൽ സഫലമായിക്കൊള്ളണം എന്നില്ല. രാഷ്ട്രീയ വിശകലനത്തിൽ ഓരോ സംസ്ഥാനങ്ങൾ തോറും വ്യത്യാസപ്പെട്ട മതേതര സംഘടനകൾ സഖ്യം ചേരാനുള്ള സാധ്യതകൾ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. തുടക്കത്തിൽ നമ്മളെല്ലാവരും ആ മതേതര സഖ്യത്തെക്കുറിച്ച് പറഞ്ഞിരുന്നത് വിശാലമായൊരു മതേതര സഖ്യം, മഹാസഖ്യം, അത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ എന്നതാണ് നമ്മുടെ ധാരണ. അതുതന്നെയാണ് ആവശ്യം. പക്ഷേ പ്രായോഗികമായി മതേതര കക്ഷികളെല്ലാം എല്ലാ സംസ്ഥാനങ്ങളിലെയും മതേതര കക്ഷികൾ അഥവാ മതേതരത്വം ഇല്ലെങ്കിലും BJP വിരുദ്ധ ശക്തികൾ ഒറ്റക്കെട്ടായി രാഹുൽ ഗാന്ധിയുടെയും കോൺഗ്രസിൻ്റെയും നേതൃത്വത്തിൽ ഉയർന്നു വരുന്ന ഒരു മഹാസഖ്യത്തിൽ അണിനിരക്കും എന്ന് പൂർണ്ണമായും പ്രത്യാശിക്കേണ്ടതില്ല. സംഭവിച്ചു എന്ന് വരാം, ഇല്ലാതെയും വരാം. അങ്ങനെ സംഭവിക്കാതിരുന്നാൽ പിന്നെന്ത് സംഭവിക്കുന്നതാണ് അടുത്ത ആലോചിക്കുന്നത്. പിന്നെ വരാൻ പോകുന്നത് പ്രാദേശികമായ സഖ്യങ്ങളുടെ സഖ്യമാണ്. അതായാലും മതി. പ്രാദേശികമായി രൂപപ്പെടുന്ന മതേതര പാർട്ടികളുടെ സഖ്യങ്ങളുടെ മഹാസഖ്യമായിട്ട് അത് വന്നുകൂടാനുള്ള സാധ്യതയുണ്ട് തെരഞ്ഞെടുപ്പിന് ശേഷം. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ വിഷയമാക്കേണ്ട കാര്യങ്ങൾ അനവധിയുണ്ട്. 1 ഡെമോക്രസി, 2 സെക്കുലറിസം, 3 അതിനോട് തന്നെ ചേർന്ന ബഹുസ്വരത, 4 ഭരണഘടനാപരമായ പൗരന്മാരുടെ അവകാശങ്ങൾ, 5 ആവിഷ്കാര സ്വാതന്ത്ര്യം, 6 കർഷകൻ്റെ പ്രശ്നങ്ങൾ, 7 തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ, ഇങ്ങനെ ദളിതരുടെ പ്രശ്നങ്ങൾ, മതന്യൂനപക്ഷങ്ങളുടെ പ്രശ്നങ്ങൾ, ഒട്ടനവധി വിഷയങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ നമുക്ക് ഈ തെരഞ്ഞെടുപ്പിൽ പരമാവധി മനുഷ്യരെ നമുക്ക് പിന്തുണയുള്ളവരാക്കി തീർക്കലാണ് ലക്ഷ്യമെങ്കിൽ പറയേണ്ടത് ഒരു മതന്യൂനപക്ഷങ്ങളുടെ കാര്യം മാത്രമായിരിക്കില്ല. അത് പറയാൻ നമ്മളേ ഉള്ളൂ, അതുകൊണ്ട് അത് പറഞ്ഞിരിക്കണം. പക്ഷേ അതിൽ നിർത്താൻ പാടില്ല. നമ്മുടെ കൂട്ടത്തിൽ യുവജന പ്രസ്ഥാനമുണ്ട്, മുസ്ലിം യൂത്ത് ലീഗ്, വളരെ ശക്തമായൊരു സംഘടനയാണ്. തൊഴിലില്ലാത്തവരായവരുടെ അംഗസംഖ്യ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. തൊഴിൽ രഹിതരായ യുവാക്കൾക്ക് തൊഴിൽ നഷ്ടപ്പെടാൻ ഇടയാക്കിയ പിണറായിയുടെ നയവും മോഡിയുടെ നയവും പറയണ്ടേ? തൊഴിൽ രഹിതരായ ചെറുപ്പക്കാരെ നമ്മുടെ പിന്നിൽ അണിനിരത്തണ്ടേ? മതന്യൂനപക്ഷങ്ങളുടെ ഐക്യത്തെക്കുറിച്ചും അവരനുഭവിക്കുന്ന പ്രയാസങ്ങളെക്കുറിച്ചും ബീഫ് പ്രശ്നത്തെക്കുറിച്ചും ജുനൈദിൻ്റെയും അഖ്ലാഖിൻ്റെയും കൊലപാതകത്തെക്കുറിച്ചും മാത്രം പറഞ്ഞാൽ മതിയോ? തൊഴിൽ രഹിതരായ യുവാക്കളുടെ കൂട്ടത്തിൽ മുസ്ലിങ്ങളല്ല, മഹാഭൂരിപക്ഷം അന്യസമുദായക്കാരാണ്. അവരുടെ പിന്തുണ നമുക്ക് ആവശ്യമില്ലേ? നോട്ട് നിരോധനത്തെ തുടർന്ന് 2.5 ലക്ഷം ചെറുകിട വ്യവസായശാലകൾ അടച്ചിട്ടുണ്ട്. അവരെ പിന്തുണ നമുക്ക് ആവശ്യമില്ലേ? 11,000-ഓളം കർഷകർ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. അവരുടെ പിന്തുണ നമുക്ക് ആവശ്യമില്ലേ? മതന്യൂനപക്ഷങ്ങളുടെ അഭിമാനകരമായ അസ്തിത്വം എന്ന് മാത്രം പ്രസംഗിച്ചാൽ കൃഷിക്കാരൻ അവൻ്റെ ഉൽപ്പന്നങ്ങൾക്ക് വില കിട്ടണം എന്ന മുദ്രാവാക്യം അവനെ കേൾപ്പിക്കുന്നത് എപ്പോഴാണ്? അതുകൊണ്ട് കൃഷിക്കാരുണ്ട്, കർഷക തൊഴിലാളികളുണ്ട്, ചെറുകിട വ്യവസായ തൊഴിലാളികളുണ്ട്, വ്യവസായികളുണ്ട്, തൊഴിൽ രഹിതനായ യുവാക്കളുണ്ട്. വിദ്യാഭ്യാസ മേഖലയിൽ കാവ്യവൽക്കരണം നടപ്പിലാക്കുന്നത് കൊണ്ടും ജനാധിപത്യ അവകാശങ്ങൾ അവിടെ നഷ്ടപ്പെട്ടു പോയതുകൊണ്ടും വിദ്യാർത്ഥികളുണ്ട്. സ്ത്രീകൾക്ക് അതിലേറെ പ്രധാനപ്പെട്ട പല പ്രശ്നങ്ങളെയും അഭിമുഖീകരിക്കേണ്ടതായി വന്നിട്ടുണ്ട്. അപ്പോൾ സ്ത്രീകളുടെ പ്രശ്നം പറയണ്ടേ? എല്ലാ വിഷയങ്ങളും പറയുമ്പോഴാണ് ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാവുക. പക്ഷേ ആ പറയുന്നതിൽ എത്ര ശതമാനം ഓരോന്നും പറയണമെന്ന് നമ്മൾ ആലോചിച്ച് തീരുമാനിച്ചാൽ. മെയിൻലി നമ്മളൊരു മൈനോറിറ്റിയുടെ പാർട്ടിയാണ്, പിന്നാക്കക്കാരുടെ പാർട്ടിയാണ്. നോട്ട് ഓൺലി മൈനോറിറ്റി ബട്ട് പിന്നാക്കക്കാരുടെ പാർട്ടിയാണ്. ദളിതരുടെയും പിന്നാക്കക്കാരുടെയും മുസൽമാന്മാരുടെയും അവർക്ക് ഭൂരിപക്ഷമുള്ളവരുടെ ഒരു പാർട്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനങ്ങളിൽ, നയനിലപാടുകളിൽ, പ്രസംഗങ്ങളിൽ, എഴുത്തിൽ, വാമൊഴിയായും വരമൊഴിയായും ജനമധ്യത്തിൽ നമ്മുടെ സെക്യുലർ ക്രെഡൻഷ്യൽസ് ശരിയാവണ്ണം പ്രകടിപ്പിക്കുകയും നമുക്ക് പരമാവധി ബന്ധുമിത്രാദികൾ സൃഷ്ടിക്കുകയും വേണം. അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ സൈബർ പോരാളികളും നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളും നമ്മുടെ പ്രാദേശികമായിട്ടുള്ള പലരുടെയും നിലപാടുകളും കണ്ടാൽ ഇതുപോലെ വിദ്വേഷത്തിൻ്റെ, വെറുപ്പിൻ്റെ ഒരു രാഷ്ട്രീയം പ്രചരിപ്പിക്കുന്ന ആളുകൾ കുറവാണെന്ന് തോന്നിപ്പോകും. സങ്കടം തോന്നും. അങ്ങനെ വെറുക്കരുത്, അങ്ങനെ വിദ്വേഷം പ്രചരിപ്പിക്കരുത്.
രാഷ്ട്രീയം അറിയാത്തത് കൊണ്ട് വ്യക്തിപരമായ വിദ്വേഷങ്ങളായിട്ടും മറ്റു തരത്തിലുള്ള വിദ്വേഷങ്ങളായിട്ടും പരിഹാസമായിട്ടും പുച്ഛമായിട്ടും ട്രോളായിട്ടും അവനവൻ്റെ നിലയും വിലയും കളയുന്ന തരത്തിൽ ഒട്ടും രാഷ്ട്രീയ പ്രാധാന്യമില്ലാത്ത രീതിയിൽ എതിരാളികളെ നേരിടുന്ന സ്വഭാവം അവസാനിപ്പിക്കേണ്ടതുണ്ട്. അത് ബുദ്ധിപരമായിട്ട് കൈകാര്യം ചെയ്യേണ്ട ഒരു മേഖലയാണ്. നരേന്ദ്രമോദി ഗവൺമെൻറ് ഇനി ഒരിക്കൽ കൂടി വരാത്ത വിധം കാര്യങ്ങൾ കുഴഞ്ഞു മറിഞ്ഞുകൊണ്ട് വരികയായിരുന്നു. അതിനിടയിൽ പുൽവാമ പോലുള്ള സംഭവങ്ങളെ അല്പസ്വല്പം മുതലാക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഇന്ന് പറഞ്ഞു സൈനികരെ വിറ്റ് വോട്ടാക്കരുതെന്ന്. സുപ്രീം കോടതിക്ക് വരെ അത് പറയേണ്ടി വന്നു. സൈനികരുടെ കെയർ ഓഫിൽ വോട്ട് പിടിക്കരുത് ആരെന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. പുൽവാമ സംഭവം ഉള്ളതാകാം, ബാലാക്കോട്ട് സംഭവം ഇല്ലാത്തതാവാം. ഒരു ഫാഷിസ്റ്റ് ഭരണാധികാരിക്ക് സാധിക്കാത്ത കാര്യമൊന്നുമില്ല. ഹിറ്റ്ലർ യുദ്ധം ആഗ്രഹിച്ചപ്പോൾ പോളണ്ടിനെ തൻ്റെ ആക്രമിക്കുന്നതിന് വേണ്ടി ഹിറ്റ്ലർ ജർമ്മനിയിലെ ഭരണാധികാരിയായിരുന്നപ്പോൾ ആഗ്രഹിച്ചു. അതിനൊരു വകുപ്പുണ്ടായിരുന്നില്ല പോളണ്ടിനെ ആക്രമിക്കാൻ. അതിന് ഹിറ്റ്ലർ ചെയ്തതെന്താണെന്നറിയോ? ജർമ്മനിക്കാർ താമസിക്കുന്ന പോളണ്ടിൽ താമസിക്കുന്ന ജർമ്മനിക്കാരെ ഇവിടുന്ന് അദ്ദേഹത്തിൻ്റെ ഏജൻറ്റുമാരെ അയച്ചു കൊന്നു. സ്വന്തം നാട്ടുകാരെ അവിടെ പോയി കൊന്നു. എന്നിട്ട് പോളണ്ടിൽ ജർമ്മൻകാർക്ക് ഒരു രക്ഷയുമില്ല എന്നുള്ള പ്രചാരം തുടങ്ങിയിട്ട് പോളണ്ടിനെ ആക്രമിച്ചു. അതാണ് ഗോദ്ര സംഭവത്തിലുണ്ടായത്. ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നമ്മൾ പറയുന്നതെല്ലാം ഇപ്പോൾ ഞാനിവിടെ പറയാൻ ഉദ്ദേശിച്ചതൊന്ന്, പറയുന്നതൊന്ന്, നിങ്ങൾ കേൾക്കുന്നതൊന്ന്, അത് മനസ്സിലാക്കുന്നതൊന്ന്, അത് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത് വേറൊന്ന്. അങ്ങനെ ഇന്ദ്രിയങ്ങൾക്ക് ചില ലിമിറ്റേഷൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ പറയാം, ഹിറ്റ്ലർ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. ഗോദ്ര സംഭവത്തിൽ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ജനം മുഴുവൻ ജനാധിപത്യമായതുകൊണ്ടൊക്കെ ശരിയായിരിക്കും എന്നുള്ള തെറ്റിദ്ധാരണ നിങ്ങൾക്ക് വേണ്ട. ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഓൺലി എ കമ്പാരിറ്റീവ്ലി ബെറ്റർ മോഡ് ഓഫ് ഇലക്ഷൻ സിസ്റ്റം, അല്ലെങ്കിൽ ഭരണത്തിലേക്ക് വരുവാനുള്ള ഒരു താരതമ്യേന ഭേദപ്പെട്ട സമ്പ്രദായം മാത്രമാണ് ജനാധിപത്യം. പൂർണ്ണമായി വിശ്വസിക്കാൻ പറ്റുന്നതല്ല. ആ ജനാധിപത്യം തന്നെയാണ് നരേന്ദ്രമോദി അധികാരത്തിൽ കൊണ്ടുവന്നത്. മൻമോഹൻ സിംഗ് ഗവൺമെൻറ് ചെയ്ത നല്ല കാര്യങ്ങൾ നമ്മൾ യഥേഷ്ടം പറയാത്തത് കൊണ്ടല്ല, ജനം സ്വീകരിച്ചില്ല. ജനം നരേന്ദ്രമോദിയെ കൊണ്ടുവന്നു. ഇവിടെ നമ്മുടെ ഗവൺമെൻറ് ചെയ്ത നല്ല കാര്യങ്ങൾ പറയാത്തത് കൊണ്ടല്ല, പിണറായി വിജയൻ ആളുകൾ ജയിപ്പിച്ചു. ഇന്ത്യയിൽ 5 ലക്ഷത്തിൽ കൂടുതൽ 6 ലക്ഷം 7 ലക്ഷം വരെ ഭൂരിപക്ഷം കിട്ടിയ പാർലമെൻറ്റ് മെമ്പർമാരുണ്ട്. അപൂർവമായിട്ട് കുറേ പേരുണ്ട് ആ ലിസ്റ്റിൽ. അതിൽ പ്രീതം മുണ്ടെ എന്ന് പറയുന്ന ഗോപിനാഥ് മുണ്ടയുടെ മകളാണ്. ഗോപിനാഥ് മുണ്ടെ കൊല ചെയ്യപ്പെട്ടതിന് ശേഷം ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം വാങ്ങിയിട്ടുള്ളത് പ്രീതം മുണ്ടയാണ്. പിന്നെ നല്ല ഭൂരിപക്ഷം വാങ്ങിയിട്ടുള്ള ഒരാൾ നരേന്ദ്രമോദിയാണ്. പിന്നെ രാംവിലാസ് പസ്വാനാണ്. പിന്നെ നരസിംഹറാവുമാണ്. ഈ ലിസ്റ്റൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ ഞങ്ങൾ. അപ്പോൾ ഭൂരിപക്ഷം ആർക്ക് അധികം കൊടുക്കണം, തെരഞ്ഞെടുപ്പിൽ ആരെ ജയിപ്പിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് നമ്മൾ വിചാരിക്കുന്നത് പോലെ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന മനുഷ്യർ അത്ര സ്ട്രെയിറ്റ് ഫോർവേഡ് അല്ല, കറക്റ്റായിട്ട് അല്ല. കാരണം എന്താ പറയുക, ഡെമോക്രസി എന്ന് പറഞ്ഞാൽ അതാണ്. അത്രേ ലോകത്തിലെ ഇതര രാഷ്ട്രങ്ങളിൽ നിലനിൽക്കുന്ന ഭരണ സമ്പ്രദായങ്ങളെക്കാൾ ഭേദപ്പെട്ട ഒന്ന് ജനാധിപത്യം തന്നെയാണ്. വട്ടാള ഭരണത്തെക്കാൾ, ഏകാധിപത്യത്തെക്കാളൊക്കെ നല്ലത്, സമഗ്രാധിപത്യത്തെക്കാളൊക്കെ നല്ലത് ജനാധിപത്യം തന്നെ. പക്ഷേ ജനാധിപത്യം മൂല്യാധിഷ്ഠിതമായി തീരണമെങ്കിൽ മുസ്ലിം ലീഗൊക്കെ നടത്തിപ്പോരുന്ന ചില പ്രവർത്തികൾ മൂല്യനിരാസത്തിനെതിരായിട്ട് നമ്മൾ കൊണ്ടുവരേണ്ടത്. ഒരിക്കൽ കെ ദാമോദരൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു പ്രഗത്ഭ നേതാവായിരുന്നു. മലപ്പുറം ജില്ലയിലെ തിരൂർക്കാരനാണെങ്കിലും ലോകത്തോളം വളർന്ന ആളായിരുന്നു ദാമോദരൻ. അദ്ദേഹം വിയറ്റ്നാമിൽ പോയി വിപ്ലവാനന്തരം ഹോജിമിൻ എന്ന അവിടുത്തെ നേതാവിനെ സന്ദർശിച്ചു. അയാളാണ് അവിടുത്തെ രാഷ്ട്രപിതാവ്. ഹോജിമിനെ കണ്ടപ്പോൾ ദാമോദരൻ പറഞ്ഞു ഹോജിമിനോട്, കോമ്രേഡ്, ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരം പിടിച്ചെടുത്തു, ഹോജിമിൻ ഭരണം പിടിച്ചെടുത്തു, ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഇപ്പോഴും അതിന് സാധിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ഹോജിമിൻ്റെ മറുപടി എന്തായിരുന്നു? അവിടെ ഒരു ഗാന്ധിയുണ്ട്, അതുകൊണ്ടാണ്, ഇവിടുത്തെ ഗാന്ധി ഞാനാണ് പറഞ്ഞു. മനസ്സിലായോ? അപ്പോൾ ഗാന്ധിജി സ്വീകരിച്ച നിലപാട് കറക്റ്റായിരുന്നു. പക്ഷേ ആ നിലപാടിലേക്ക് വരാൻ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സാധിക്കാത്തത് കൊണ്ടാണ് ഇവിടെ അധികാരം പിടിച്ചെടുക്കാൻ സാധിക്കാത്തത്. അവിടെ ഗാന്ധിജിക്കും പകരം വെച്ചത് കമ്മ്യൂണിസ്റ്റായ ഹോജിമിനായിരുന്നു. അപ്പോൾ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നമ്മൾ വിശ്വസിക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം നേർക്കുനേരെ സംഭവിച്ചു കൊള്ളണം എന്നില്ല. ഓസിലേറ്റിംഗ് ആൻഡ് വാസിലേറ്റിംഗ് ടെൻഡൻസി ഉണ്ടാവും.
പിന്നെ മറ്റൊന്ന്, അഭിമാനകരമായ അസ്തിത്വം നമ്മൾ എപ്പോഴും പറയാറുണ്ട്. ഇപ്പോൾ അസ്തിത്വം ചോദ്യം ചെയ്യപ്പെടുന്ന സമയമാണ്. അഭിമാനം വേണോ വേണ്ടെന്ന് പിന്നെ തീരുമാനിച്ചാൽ മതി. അഭിമാനകരമായ അസ്തിത്വത്തിൻ്റെ മാർഗത്തിൽ സഞ്ചരിച്ച് നമ്മൾ എത്ര അഭിമാനികളായി തീർന്നു എന്ന് രാവിലെ ഇവിടെ പലരും പറഞ്ഞു. ഐ അഗ്രി, നോ ഡൗട്ട്. നമുക്കൊരുപാട് അഭിമാനം ഉണ്ടായി. ബട്ട് നൗ ദ എക്സിസ്റ്റൻസ് ഈസ് ബീയിങ് ക്വസ്റ്റ്യൻഡ്, ത്രെട്ടൻഡ്. വെല്ലുവിളിക്കപ്പെട്ടിരിക്കുകയാണ് അസ്തിത്വം ഈ ഗവൺമെൻറ്റിന് കീഴിൽ. അപ്പോൾ ആ അസ്തിത്വം വേണോ അഭിമാനം വേണോ എന്നുള്ള പ്രശ്നം. അസ്തിത്വമാണ് ആദ്യം വേണ്ടത്, അത് കഴിഞ്ഞിട്ട് അഭിമാനം. അഭിമാനമായി നമ്മൾ കൊണ്ട് വീട്ടിൽ വെച്ചിട്ടുള്ള അട്ടിവെച്ചിട്ടുള്ള സർട്ടിഫിക്കറ്റുകളും ഉദ്യോഗങ്ങളും കാര്യങ്ങളൊക്കെ ഉപകാരപ്രദമല്ലാതായി തീരുകയാണ് അസ്തിത്വം തന്നെ പോയാൽ. വേരോടെ പിഴുതു കളയാനുള്ള പരിശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. സാധാരണക്കാരുടെ ഒരു ഭരണമല്ല ഫാഷിസ്റ്റ് ഭരണം. ഇറ്റ് ഹാസ് നത്തിങ് ടു ഡു വിത്ത് പബ്ലിക്. ഒന്നുമില്ല. ഇറ്റ്സ് ദ ടോട്ടൽ മെർജർ ഓഫ് കോർപ്പറേറ്റ്സ് ആൻഡ് സ്റ്റേറ്റ് എന്നാണ് ബെനിറ്റോ മുസോളിനി പറഞ്ഞത്. മുസോളിനി ഫാസിസ്റ്റ് ആയിരുന്നു. അദ്ദേഹം പറഞ്ഞത് ടോട്ടൽ മെർജർ ഓഫ് കോർപ്പറേറ്റ്സ് ആൻഡ് സ്റ്റേറ്റ്, ഭരണകൂടവും കോർപ്പറേറ്റ് ഭീമന്മാരും തമ്മിലുള്ള സമ്പൂർണ്ണ ലയനമാണ് ഫാസിസം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അഡാനി, അംബാനി, ടാറ്റ, ബിർള, ദാൽമിയ, മഫത്ലാൽ, ഗോയങ്ക, സിംഘാനിയ, മഹീന്ദ്രൻ മഹീന്ദ്ര, ആൽവൈൻ നിസാൻ, മിത്താൾ, ജിൻഡാൾ എന്നൊക്കെ പറയുന്ന 900-ഓളം വരുന്ന കോടീശ്വരന്മാരുടെ, മൾട്ടി മില്യനേഴ്സിൻ്റെ, കോർപ്പറേറ്റ് ഭീമന്മാരുടെ ഭരണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അവസാനം തിരുവനന്തപുരം വിമാനത്താവളം വരെ അഡാനിക്കായി, വിഴിഞ്ഞം ഹാർബർ അഡാനിക്കായി. ഒരഭിപ്രായ വ്യത്യാസവുമില്ല. കോർപ്പറേറ്റ് ഭീമന്മാരാണ് ഈ ഭരണം നിലനിർത്തുന്നത്. 1375 കോടി രൂപയുടെ ഓഫീസ് BJPക്ക് ഡൽഹിയിലുണ്ടായി. 50 വർഷം പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള പണം ഞങ്ങൾ സമാഹരിച്ചു വച്ചിട്ടുണ്ടെന്നാണ് അമിത്ഷാ പറഞ്ഞത്. നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട്? ഫാറൂഖ് കോളേജ് ഉണ്ടാക്കാൻ വേണ്ടി പാർട്ടി ഓഫീസിൽ നിന്ന് കൊടുത്ത 25,000 വിറ്റ കാറും ആണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത്. ദ സൊസൈറ്റി ഹാസ് ഗോൺ അഹെഡ്, ഫോർ അഹെഡ്, വളരെ വളരെ മുന്നോട്ട് പോയി. ഇന്നത്തെ ഭരണത്തിൽ അവർക്ക് കൃഷിക്കാരനില്ല, തൊഴിലാളിയില്ല, ന്യൂനപക്ഷമില്ല, ദളിതരില്ല, വ്യവസായികളില്ല, പിന്നോക്കക്കാരില്ല. അവരുടെ താപ്പ് എന്ന് പറയുന്നത്, ഭരണം എന്ന് പറഞ്ഞാൽ കോർപ്പറേറ്റുകൾക്കുള്ളത്. അതിനെന്തും ചെയ്യും അവർ. ഇതൊരു മുസ്ലിം പ്രശ്നമായിട്ട് ഇതിനെ ലളിതമാക്കി കാണാൻ പാടില്ല. ഇറ്റ്സ് നോട്ട് എ മുസ്ലിം ക്വസ്റ്റ്യൻ. ഞാൻ എപ്പോഴും പറയാറുണ്ട് ഇതൊരു മുസ്ലിം പ്രശ്നമല്ല. മുസ്ലിം ലീഗ് പാർട്ടി ഇതൊരു രാഷ്ട്രീയ പ്രശ്നമായിട്ട് കാണണം, പ്രത്യേകിച്ചും തെക്കൻ കേരളത്തിൽ. മലബാറിനേക്കാൾ ഉപരിയായി ഇതൊരു മുസ്ലിം പ്രശ്നമല്ലാതെ അവതരിപ്പിക്കേണ്ട ഒരു സ്ഥലം തെക്കൻ കേരളമാണ്. ഗൗരി ലങ്കേഷ് വാസ് ഷോട്ട് ഡെഡ്. ഗൗരി ലങ്കേഷ് എന്ന് പറഞ്ഞ എഴുത്തുകാരി കൊല ചെയ്യപ്പെട്ടത് എന്തിനാ? റഫേൽ ഇടപാടിനെക്കുറിച്ച് ആദ്യമായി ഒരു വാർത്ത പ്രസിദ്ധീകരിച്ചത് അവരുടെ പത്രത്തിൽ. അത് നിങ്ങൾക്കറിയോ? ആ ഗൗരി ലങ്കേഷ് കൊല ചെയ്യപ്പെട്ടു. ഗൗരി ലങ്കേഷ് വാസ് നോട്ട് എ മുസ്ലിം. MM കൽബുർഗി വാസ് നോട്ട് എ മുസ്ലിം. ഗോവിന്ദ ബൻസാരെ വാസ് നോട്ട് എ മുസ്ലിം. ദാബോൽക്കർ വാസ് നോട്ട് എ മുസ്ലിം. പെരുമാൾ മുരുകൻ ഈസ് നോട്ട് എ മുസ്ലിം. അദ്ദേഹത്തിനെ കൊല്ലാൻ സാധിച്ചില്ല, സാധിക്കാത്തത് കൊണ്ടല്ല. ആ കൊല ചെയ്യപ്പെട്ട വല്ല ആളുകളും മുസ്ലിങ്ങളായിരുന്നു. നിങ്ങൾ ജുനൈദും അഖ്ലാഖും പറയുമ്പോൾ അതിൻ്റെ 4 ഇരട്ടി ആളുകൾ അപ്പുറത്തുണ്ട് കൊല ചെയ്യപ്പെട്ടവർ. നമ്മൾ അഖ്ലാഖിലും ജുനൈദിലും നിൽക്കുമ്പോൾ അതിൻ്റെ അപ്പുറത്ത് അതിനേക്കാളും വലിയ സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതൊന്നും മുസ്ലിം ഇഷ്യൂസ് അല്ല, ഇതൊരു മുസ്ലിം ഇഷ്യൂ ആണ്. എന്തിനാണ് ആ പോലീസ് ഓഫീസറെ ബുലന്ദ് ഷഹറിലെ സബ് ഇൻസ്പെക്ടറെ വെടിവെച്ച് വന്നത്? അഖ്ലാഖിൻ്റെ കേസ് ശരിയായ രീതിയിൽ അന്വേഷിച്ചതിനാണ് ബുലന്ദ് ഷഹറിലെ സബ് ഇൻസ്പെക്ടറെ ഒരു കൃത്രിമമായ കലാപം ഉണ്ടാക്കി അവിടെ വെടിവെച്ച് കൊന്നയാളെ പിന്നിൽ നിന്ന് വെടിവെച്ച് അയാൾ കൊല ചെയ്യപ്പെട്ടു വീണു. ഹിന്ദു ആയിരുന്നു. ശ്രീദേവ് സിംഗോ മറ്റോ പേരുള്ള, ശ്രീകുമാർ സിംഗോ മറ്റോ പേരുള്ള ബുലന്ദ് ഷഹർ പോലീസ് ഓഫീസർ. കുറച്ച് മുമ്പ് ഹേമന്ത് കർക്കാരെ എന്ന് പറഞ്ഞൊരു പോലീസ് ഓഫീസർ കൊല ചെയ്യപ്പെട്ടില്ലേ? നിങ്ങൾ എന്താ അതൊന്നും ഇതുമായിട്ട് കൂട്ടിച്ചേർത്ത് കാണാത്തത്? ഹേമന്ത് കർക്കാരെ നിറവേറ്റിയ കടമയും ഈ ബുലന്ദ് ഷഹറിലെ പോലീസ് ഓഫീസറെ ചെയ്തതുപോലെ നിഷ്പക്ഷമായിട്ടുള്ളൊരു സംഗതിയായിരുന്നു. ജസ്റ്റിസ് ലോയ, ഹൈക്കോടതിയുടെ ജഡ്ജ്, സുപ്രീം കോടതിയിലൊക്കെ ജഡ്ജ് ആവേണ്ട ആള്, ഹി വാസ് കിൽഡ്. അയാൾ ഹാർട്ട് അറ്റാക്ക് കൊണ്ട് മരിച്ചു എന്ന് പറഞ്ഞു. ലോയയെ കൊന്നത് എന്തിനാ? കൊന്നത് ഈ അമിത്ഷായുമായി ബന്ധപ്പെട്ട കേസ് അയാൾ കൈകാര്യം ചെയ്യുകയും അമിത്ഷാ നേരിട്ട് കോടതിയിൽ ഹാജരാകണമെന്ന് പറഞ്ഞതിൻ്റെ 7-ാം ദിവസം അയാൾ കൊല ചെയ്യപ്പെട്ടു. അപ്പോൾ ജഡ്ജിമാരിവിടെ സുരക്ഷിതരല്ല, പോലീസ് ഓഫീസർമാർ സുരക്ഷിതരല്ല. നജീബ് എവിടെ പോയി? ഡൽഹി ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കാണാതായ നജീബിനെ ആരും എന്താ അന്വേഷിക്കാത്തത്?
ഇപ്പോൾ അടുത്ത ദിവസം സഞ്ജീവ് ഭട്ട് എവിടെ പോയി? സഞ്ജീവ് ഭട്ടിനെ പിടിച്ചുകൊണ്ടുപോയി. നമ്മളെന്താ അന്വേഷിക്കാത്തത്? നമ്മുടെ ആരും അല്ലാത്തത് കൊണ്ടാണ്. അതൊരു വലിയ സൂചനയാണ്. സഞ്ജീവ് ഭട്ട് മിസ്സിംഗ് ആണ്. അയാളെ കൊണ്ടുപോയി അവിടെ കൊന്നിട്ടുണ്ട്, അല്ലെങ്കിൽ എവിടെ ഒളിവിൽ താമസിപ്പിച്ചിട്ടുണ്ട്. നജീബ് കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതുപോലുള്ള എത്ര സംഭവങ്ങളാണ് ഓരോ ദിവസവും നടക്കുന്നത് അറിയാതെ. പോലീസ് ഓഫീസർമാരെ, സ്വന്തം പോലീസ് ഓഫീസർമാരെയും IAS ഒക്കെ കൊല ചെയ്യുന്നു, ജഡ്ജിയെ കൊല ചെയ്യുന്നു. അപ്പോൾ ഒരു മുസ്ലിം പ്രശ്നമാണോ അത്? അതൊരു പൊളിറ്റിക്കൽ പ്രശ്നമാണ്. മുസ്ലിങ്ങളുടെ പക്ഷത്തു നിന്ന് കൊല ചെയ്യപ്പെട്ട വലിയ സാഹിത്യകാരന്മാരൊന്നുമില്ല. ഭാഗ്യവശാൽ നമുക്ക് അത്ര നല്ല സാഹിത്യകാരന്മാരില്ലാത്തതുകൊണ്ടാകാം. എന്തായാലും കൊല ചെയ്യപ്പെട്ടത് ബീഫിൻ്റെ പേരിലൊക്കെയാണ്. മറ്റുള്ള ആളുകളൊക്കെ കൊല ചെയ്യും. ഇതിനൊന്നും യാതൊരു മടിയില്ല. ഈ ഭരണാധികാരിയുടെ മുഖത്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് വല്ലപ്പോഴും ഒരു കരുണയുള്ള മുഖം കണ്ടിട്ടുണ്ടോ? സ്നേഹസമ്പന്നമായ, സ്നേഹമുള്ളൊരു കണ്ണുകൾ നിങ്ങളെ നോക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? ഒരിക്കലും തോന്നില്ല. ഈസ് എ ബോൺ സ്റ്റബോണാണ്. ബോൺ എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ഹിറ്റ്ലറായിട്ട് മനോഭാവമുള്ള ആളാണ്. ഈ സവർക്കർ എന്ന് പറഞ്ഞാൽ ഗാന്ധിജിയുടെ വധക്കേസിൽ 6ാം പ്രതിയായിരുന്നു. അത് വീരസവർക്കറാണ്. മഹാത്മാഗാന്ധിയെ വെടിവെച്ചു കൊന്ന ഗോഡ്സെ, മഹാത്മാ ഗോഡ്സെയാണ്. ആ മഹാത്മാഗാന്ധിയുടെ ചിത്രം വെച്ചിട്ട് അതിലിപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു BJP നേതാവ് തന്നെ, ഒരു സ്ത്രീ, ഗാന്ധിജിയുടെ പ്രതിമക്ക് നേരെ വെടിവെച്ചില്ലേ? ഇതൊക്കെ സൂചകങ്ങളല്ലേ? ഫാഷിസത്തിൻ്റെ സൂചകങ്ങളല്ലേ? ഇതിന് നേരിടണ്ടേ? മുസ്ലിം ലീഗിന് സാധിക്കുമോ? അഭിമാനകരമായ അസ്തിത്വമാണോ ചോദ്യം ചെയ്യപ്പെട്ടിട്ടുള്ളത്, അതോ അസ്തിത്വമാണ് ചോദ്യം ചെയ്യപ്പെട്ടിട്ടുള്ളത്? അഭിമാനകരമായ പ്രശ്നം രണ്ടാമതിനി ഉണ്ടാക്കിയിട്ട് വേണം. അപ്പോൾ ആദ്യം നിങ്ങളെ അസ്തിത്വം ഉറപ്പിക്കുക. അതാണ് പ്രശ്നം. അതിന് ദളിതരും പിന്നാക്കക്കാരും എഴുത്തുകാരും സാംസ്കാരിക നായകന്മാരും ഒക്കെ നമ്മുടെ കൂടെ നിൽക്കും. നമ്മൾ അതനുസരിച്ച് ആ ജനവിഭാഗത്തോട് ഇടപെടണം. കേരളത്തിൽ ഒരു ശബരിമല ഇഷ്യൂ ഉണ്ടായി. ശബരിമല വിഷയത്തിൽ, ശരീഅത്ത് വിഷയത്തിലൊക്കെ ഒരേ നിലപാടാണ് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി സ്വീകരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ നാം വിമർശിക്കുമ്പോൾ പ്രധാനമായിട്ടും ഭാരതീയ ജനതാ പാർട്ടിയെയും മാർക്സിസ്റ്റ് പാർട്ടിയെയും വിമർശിച്ചാൽ മതിയാവും. സകല ഘടകകക്ഷികളെയും എടുത്ത് പരിശോധിച്ച് സമയങ്ങളേണ്ട. വളരെ പ്രധാനമായിട്ട് നമ്മുടെ വിമർശനത്തിൻ്റെ കുന്തമുന ഒരുത്തനോട് സന്ധി ചെയ്യേണ്ട. കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്ന് എന്തെങ്കിലും ഒരു ആനുകൂല്യം മുസ്ലിം സമുദായത്തിനും മുസ്ലിം ലീഗിനും കിട്ടുന്ന ആർക്കെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ അത് മാറ്റിവെച്ചേക്കും. ദേ വിൽ നെവർ ഡു ഇറ്റ്. അതുകൊണ്ട് ഒരു വിട്ടുവീഴ്ചയും വേണ്ട. രാഷ്ട്രീയമായി തീ പാറുന്ന പോരാട്ടം നമ്മൾ നടത്തണം. നമുക്ക് അവകാശം കിട്ടണം എന്നല്ല പറഞ്ഞത്. ഇറ്റ് ഈസ് അവർ റൈറ്റ്. നമ്മൾ ഒഫൻസീവിലാണ് നിൽക്കേണ്ടത്, ഡിഫൻസീവിലല്ല. ഞങ്ങൾ മതേതരവാദികളാണ്, ഞങ്ങൾ പാവങ്ങളാണ്, ഞങ്ങൾ സാധുക്കളാണ് എന്ന് പറയാൻ നടക്കണ്ട. അത് ബോധ്യപ്പെടുത്താൻ വേണ്ടി സമയം കളയണ്ട. ഞാൻ പറയുന്നത് വളരെ ആപൽക്കരമാണ് നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ്റിൻ്റെ. ഞാനിപ്പോൾ ഈ പറഞ്ഞതൊക്കെ വർഗീയതയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. നമ്മളാണെങ്കിൽ അധികം ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളത് കമ്മ്യൂണൽ ഇഷ്യൂസിലാണ്. കമ്മ്യൂണൽ ഇഷ്യൂസാണ് നമ്മളെപ്പോഴും ഉയർത്തി കാണിക്കുന്നത്. എക്കണോമിക് ഇഷ്യൂസ് ആർ ദർ. സാമ്പത്തിക പ്രശ്നങ്ങൾ വളരെയധികം ഉണ്ട്. അതും കൂടി പറഞ്ഞെങ്കിൽ, തൊഴിലാളിയുടെ കാര്യം പറഞ്ഞെങ്കിൽ അവനെ കിട്ടൂ, കൃഷിക്കാരൻ്റെ കാര്യം പറഞ്ഞെങ്കിൽ അവനെ കിട്ടൂ, സ്ത്രീകളുടെ കാര്യം പറഞ്ഞെങ്കിൽ അവരെ കിട്ടൂ. മുസ്ലിം സ്ത്രീകളെന്നല്ല ഉദ്ദേശിക്കുന്നത്, മുസ്ലിം കൃഷിക്കാരെന്നല്ല ഉദ്ദേശിക്കുന്നത്, മുസ്ലിം യുവാവെന്ന് മാത്രമല്ല ഉദ്ദേശിക്കുന്നത്. ദ ഹോൾ ഇന്ത്യ നമ്മളങ്ങനെ സംസാരിക്കണം. മലപ്പുറത്ത് നിന്ന് ആരംഭിച്ചതാണെങ്കിലും ഈ കേരളത്തിലൂടെ കടന്ന് ഇന്ത്യയിലാകെ പരന്ന് ലോക രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണ് ഇന്ത്യൻ രാഷ്ട്രീയം. ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണ് കേരളം. കേരളത്തിൻ്റെ ഭാഗമാണ് മലപ്പുറവും കൊച്ചിയും ഒക്കെ. രാജ്യം കുണ്ടോട്ടിയാണെന്നൊരു തെറ്റിദ്ധാരണ പല ആളുകൾക്ക് ഇപ്പോഴുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി ഇറ്റ് ഈസ് വളരെ റോങ് ആയിട്ടുള്ളൊരു ധാരണയാണ്. ഈ സാഹചര്യം വളരെ ഗൗരവാവഹമായിട്ട് നമ്മൾ കൈകാര്യം ചെയ്യേണ്ട ഒരു സാഹചര്യമാണ്. ഇന്ത്യയിലെ 2011 കാനേഷുമാരി കണക്കനുസരിച്ച്, സെൻസസ് അനുസരിച്ച് 79.7% ഹിന്ദുക്കളാണ്. 8%. 79.8% ഹിന്ദുവാണ് ഇന്ത്യയിൽ. അവിടെയാണ് നിങ്ങൾ ജീവിക്കേണ്ടത്. 14.7% മുസ്ലിങ്ങളുള്ളൂ. 3.4% ക്രിസ്ത്യാനികളുള്ളൂ. 1.4% ബുദ്ധമതസ്ഥരേ ഉള്ളൂ. 1% താഴെ ജൈനമതസ്ഥരാണ്. വിശ്വാസമില്ലാത്തവരുടെ അംഗസംഖ്യ 0.02ആണ്. ലോകം മുഴുവൻ വിശ്വാസികളുടെ കയ്യിലാണ്. രാഷ്ട്രീയക്കാരും ഒക്കെ വിശ്വാസികളാണ്. 700 കോടി മനുഷ്യരാണ് ലോകത്തുള്ളത്. 3 വർഷം മാത്രം പ്രബോധനം നടത്തിയ ഈസാ നബി അലൈഹിസ്സലാം, ജീസസ് ക്രൈസ്റ്റ്, അദ്ദേഹത്തിൻ്റെ ഫോളോവേഴ്സായിട്ട് 300 കോടി മനുഷ്യരുണ്ട്. 120 കോടി കത്തോലിക്കർ തന്നെയുണ്ട്. 300 കോടി ആളുകളാണ് 3 കൊല്ലത്തെ പ്രബോധനം കൊണ്ട് ഈസാ നബിയുടെ അല്ലെങ്കിൽ ക്രൈസ്തവ മതവിശ്വാസികളായിട്ട് അണിനിരുന്നത്.
23 വർഷം പ്രബോധനം നടത്തിയ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 130 കോടി ആളുകളുണ്ട്. പ്രവാചകൻ ആരാണെന്നും മതം ഏതാണെന്നും അറിയില്ലെങ്കിലും ഹിന്ദുവായി കണക്കാക്കപ്പെടുന്ന 91 കോടി ആളുകളുണ്ടല്ലോ. ഇവരൊക്കെ വിശ്വാസികളാണ്. വിശ്വാസമില്ലാത്തവർ വളരെ കുറവാണ്. ഇന്ത്യയിലെ കണക്ക് ഞാൻ പറഞ്ഞു. അപ്പോൾ ആ വിശ്വാസികളുടെ പ്രശ്നം ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് കിട്ടുന്ന ഒരു ഇഷ്യൂ ആണ്. വിശ്വാസിയുടെ ഇഷ്യൂ. ശബരിമല പ്രശ്നത്തിൽ മുസ്ലിം ലീഗിൻ്റെ നിലപാട് ഒരു നല്ല നിലപാടായിട്ടാണ് ജനം കരുതുന്നത്. ആ നിലപാട് ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് പോകണം. നമ്മൾ ശബരിമല വിഷയത്തിൽ എവിടെ നിന്നു എന്ന ചോദ്യത്തിനുള്ള ഉത്തരം എന്താ? വിശ്വാസത്തെ വികലമാക്കുന്നവരുടെയും അവിശ്വാസികളുടെയും ഇടയിലാണ് നമ്മൾ നിന്നത്. BJPയെ വേറിട്ട് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. വിശ്വാസത്തെ വികലമാക്കുന്ന BJPക്കാരുടെയും അവിശ്വാസികളായ കമ്മ്യൂണിസ്റ്റുകാരുടെയും ഇടയിൽ യഥാർത്ഥ വിശ്വാസികളോടൊപ്പം നിന്നത് നമ്മളാണെന്നാണ് പറയേണ്ടത്. ഞാൻ പരീക്ഷിച്ചു നോക്കിയിട്ടുണ്ട്. ഹൈന്ദവ സഹോദരന്മാർക്ക് വേണ്ടി അവരുടെ ന്യായമായ ചില അവകാശങ്ങൾക്ക് വേണ്ടി നിയമസഭക്കകത്ത് 2 വർത്തമാനം പറഞ്ഞതിന് ആ ചെറിയ വീഡിയോ ക്ലിപ്പിംഗ് 43 ലക്ഷം ആളുകളാണ് ലോകത്ത് കണ്ടത്. 43 ലക്ഷം. ഐക്യരാഷ്ട്രസഭയുടെ ജനീവ ഓഫീസിൽ നിന്ന് എന്നെ മലയാളികൾ വിളിച്ചിരുന്നു. ഓസ്ട്രേലിയയിൽ നിന്ന് വിളിച്ചിരുന്നു. ഇംഗ്ലണ്ടിൽ നിന്ന് വിളിച്ചിരുന്നു. അമേരിക്കയിൽ നിന്ന് വിളിച്ചിരുന്നു. ഇപ്പോഴും കത്തും കമ്പിയും എഴുത്തുമായിട്ട് വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇന്നലെ ഞാനൊരു സാഹിത്യോത്സവത്തിൽ 10 മിനിറ്റ് സംസാരിച്ചു. ആ സാഹിത്യോത്സവത്തിൽ പ്രസംഗിച്ച ആശാ മേനോനും കടങ്കോട് പ്രഭാകരനും ചാത്തനാത്ത് അച്യുതനുണ്ണിയും പറഞ്ഞത്, ഇതുപോലെ പ്രസംഗിക്കുന്ന മുസ്ലിം ലീഗുകാർ ഈ ഒരു പ്രസംഗം ഒരു 100 സ്ഥലത്തെങ്കിലും സാറ് നടത്തിയാൽ അത്രയും സ്ഥലങ്ങളിൽ വലിയ മാറ്റം വരുമെന്നാണ് പറഞ്ഞത്. ഞാൻ എന്നെ കുറിച്ച് തള്ളുകയല്ല. നമ്മൾ എടുക്കേണ്ട ഒരു ഇത് പറയണം. നമ്മൾ എടുക്കേണ്ട ഒരു സമീപനം പറയാണ്. ഞാൻ മുസ്ലിം ലീഗുകാരനാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് അവരതൊക്കെ പറയുന്നത്. അപ്പോൾ മുസ്ലിം ലീഗ് ഹിന്ദു പബ്ലിക് മീറ്റിംഗ് വെച്ചിട്ട് KN ഖാദർ എവിടെ മത്സരിച്ചാലും ജയിപ്പിക്കുമെന്ന് പ്രസംഗിച്ചിട്ടുണ്ട് പരസ്യമായിട്ട്. എത്രയോ സ്ഥലം ഇപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഹിന്ദുവിന് ചെറിയൊരു സ്നേഹം പകർന്നു കൊടുത്താൽ 1000 ഇരട്ടി അവൻ നമ്മൾ സ്നേഹിക്കും. അവനെ മുഴുവൻ BJP പാളയത്തിലേക്ക് ആട്ടി ഓടിക്കുന്ന സമീപനം വെറുതെ നമ്മൾ മുസ്ലിം ലീഗിൻ്റെ പേരിൽ നടത്തരുത്. തെരഞ്ഞെടുപ്പ് കാലത്തെങ്കിലും പറഞ്ഞ് മതന്യൂനപക്ഷങ്ങളും അത് മാത്രം ദീനും രാഷ്ട്രീയവും രണ്ടാണ്. നമ്മളൊരു രാഷ്ട്രീയ പാർട്ടിയാണ്. നമ്മളെല്ലാം മുസ്ലിങ്ങളാണ്. മുസ്ലിങ്ങളല്ലാത്തവരും ഉണ്ട് ലീഗിൽ. മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ മുജാഹിദ് ഉണ്ടാവും, സുന്നി ഉണ്ടാവും, ജിന്നുണ്ടാവും, ആരെങ്കിലും ഉണ്ടാവും. ആയിക്കോട്ടെ, ജിന്നും പിന്നെ ഇൻസും മനുഷ്യനും മലക്കുകളും ഒക്കെ ഉണ്ടായിക്കോട്ടെ, വിരോധമില്ല. പക്ഷേ പൊളിറ്റിക്കലി വി ആർ എ സിംഗിൾ പാർട്ടി, സിംഗിൾ ഹാൻഡഡ്. അതുകൊണ്ട് ഒറ്റക്കെട്ടായി നിന്ന് നമ്മൾ മനുഷ്യരാണ്. മുസ്ലിം ലീഗുകാരൊരു രാഷ്ട്രീയ കക്ഷിയാണ് എന്ന മനോഭാവം തെക്കൻ കേരളത്തിൽ എത്ര നേരത്തെ പ്രകടിപ്പിക്കുന്നുവോ അത്ര നേരത്തെ തെക്കൻ കേരളത്തിൽ മുസ്ലിം ലീഗ് ശക്തിപ്പെടും. തെരഞ്ഞെടുപ്പിൽ വോട്ട് കൂടുതൽ കിട്ടും, യാതൊരു സംശയവും വേണ്ട. നമ്മളിതിലൊരു രാഷ്ട്രീയ തന്ത്രം കൂടി ഉണ്ട്, ഒരു രാഷ്ട്രീയ നയം കൂടി ഉണ്ട്. അത് മറ്റൊന്നുമല്ല, അത് ഹിന്ദുവിനെ മുഴുവൻ BJP പക്ഷത്തേക്ക് ആട്ടി ഓടിക്കാതിരിക്കുക എന്നാണ് എൻ്റെ മെസ്സേജ്. ഹിന്ദു മുഴുവൻ BJP ആണെന്നുള്ള തെറ്റിദ്ധാരണ ആദ്യം ഉപേക്ഷിക്കുക. BJP ഹാസ് നത്തിങ് ടു ഡു. ഹിന്ദു മതം അതല്ല. ലോകോ സമസ്ത സുഖിനോ ഭവന്തു അയം നിജ പരോവേദി ഗണന ലഘുചേതസാം ഉദാരചരിതാനാം തു വസുദൈവ കുടുംബകം. ലോകം തറവാടാണ്. അന്യനെന്നും സ്വജനമെന്നും മനുഷ്യരെ വേർതിരിക്കുന്നവൻ അല്പനാണ്. സമസ്ത ലോകം സുഖമായിരിക്കട്ടെ എന്ന്. വേദങ്ങളും ഉപനിഷത്തുകളും ഒക്കെ ഏകദൈവത്തിലാണ് വിശ്വസിക്കുന്നത്. 33 കോടി ദൈവങ്ങൾ എന്ന് പറയുന്നത് ആ ദൈവത്തിൻ്റെ വ്യത്യസ്ത ഭാവങ്ങളാണ്. ഏകയേവ 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 എന്നാണ് വേദം മുഴുവൻ പറയുന്നത്. കേനം, കഠം, മുണ്ടകം, മാണ്ഡൂക്യം, ചാന്തോക്യം, ബൃഹദാരണ്യകം തുടങ്ങിയ എല്ലാ വേദങ്ങളും ഉപനിഷത്തുകളും ഇതിഹാസങ്ങളും പുരാണങ്ങളും ശ്രുതികളും സ്മൃതികളും ഇതൊന്നും നിങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമില്ലാത്തതാണെന്ന് എനിക്കറിയാം. പക്ഷേ ഇതിന് താല്പര്യമുള്ളവരായി നിങ്ങൾ മാറണം. എന്തിനാണ്? ആ ഹിന്ദു കമ്മ്യൂണിറ്റി ഒരു വലിയ കമ്മ്യൂണിറ്റിയാണ്. അവരെ സഹായം ഇല്ലാണ്ട് നിങ്ങൾക്ക് ജയിക്കാൻ പറ്റില്ല. കളമശ്ശേരിയിൽ ഇബ്രാഹിം കുഞ്ഞിനെ ആര് ജയിപ്പിച്ചു? മുസ്ലിം ലീഗുകാരാണോ? ഓരോ സ്ഥലത്തും ആര് ജയിപ്പിച്ചു? നിങ്ങൾ അന്വേഷിച്ച് നോക്കിയാൽ മുസ്ലിം ലീഗുകാരാണോ നമ്മളെ മലപ്പുറത്ത് ജയിപ്പിക്കുന്നത്? എല്ലാ സമുദായത്തിലും പെട്ട ആളുകളാണ് ജയിപ്പിക്കുന്നത്. അതിന് അവരോടൊരു സ്നേഹവും ഒരു നന്ദി, ഒരു ബഹുമാനം, ഒരു കടപ്പാടും വേണ്ടേ? നാം പൊതുജനത്തിൻ്റെ ആവശ്യങ്ങൾ ഒരുപോലെ പറയണ്ടേ? കൂട്ടത്തിൽ പ്രാധാന്യം തീർച്ചയായും മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് കൊടുക്കണം, വേണ്ടെന്ന് ഞാൻ പറയണില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് ഇന്ത്യ ഇപ്പോൾ ഉള്ളത്. ഇസ്ലാമിക ശരീഅത്തിനെ എതിർക്കുന്നത് ആരൊക്കെയാണ്? 1 BJP, 2 CPM. ഏക സിവിൽ കോഡ് വേണമെന്ന് ആവശ്യപ്പെടുന്ന ആരൊക്കെയാണ്? 1 BJP, 2 CPM. ഇപ്പോൾ പാർലമെൻറ്റിൽ മുത്തലാഖ് ബില്ല് പാസ്സാക്കി. മുത്തലാഖ് ശരിയാണോ തെറ്റാന്നുള്ളതിലേക്ക് ഞാൻ പറയാൻ അർഹനല്ല. ഐ എം നോട്ട് എ പണ്ഡിതനല്ല.
ഞാനേതായാലും മുത്തലാഖ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, മുത്തലാഖ് ചെല്ലുന്നതിനെ സംബന്ധിച്ചൊരു നിയമം കൊണ്ടുവന്നു, മുഴുവനായിട്ട് പാസ്സാക്കാൻ പറ്റിയില്ല കേന്ദ്ര ഗവൺമെൻറ്. മുത്തലാഖ് നിയമത്തിൽ പറഞ്ഞത് മുത്തലാഖ് ചെയ്ത പുരുഷന് ക്രിമിനൽ ശിക്ഷയാണ് വിധിച്ചത്. അതുകൊണ്ടാണ് അതിനെ എതിർത്ത്. അത് മനസ്സിലാക്കിയാൽ മതി. മുത്തലാഖിൻ്റെ മെറിറ്റിലേക്ക് പോയിട്ട് സമയം കളയരുത്, അത് തർക്ക വിതർക്കങ്ങൾ ഉണ്ടാക്കരുത്. അത് വേണോ വേണ്ടോ എന്നൊന്നും പറയാൻ പോകണ്ട. മുത്തലാഖ് ഇസ്ലാമിക വിവാഹം എന്ന് പറയുന്നത് ഒരു സിവിൽ കോൺട്രാക്റ്റാണ്, അല്ലേ മുഹമ്മദ് വക്കീൽ? ഇറ്റ്സ് എ സിവിൽ കോൺട്രാക്ട്. ഞാൻ തന്നു, നിങ്ങൾ എടുത്തു, അതിന് പ്രതിഫലം. ദർ ഈസ് എൻ ഓഫർ, ആക്സെപ്റ്റൻസ് ആൻഡ് കൺസിഡറേഷൻ. ഇത് രണ്ടും മൂന്നുണ്ടായാലേ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് അനുസരിച്ച് 1872 മറ്റോ കോൺട്രാക്ട് ആക്ട് അനുസരിച്ച് കോൺട്രാക്റ്റ് കംപ്ലീറ്റ് ആവുള്ളൂ. ഇസ്ലാമിക വിവാഹം ഒരു കരാറാണ്. കരാറ് ലംഘനത്തിന് എടുക്കേണ്ട ശിക്ഷ സിവിലാണ്, സിവിൽ ലയബിലിറ്റിയാണ്. ഇറ്റ് ഈസ് വെസ്റ്റിംഗ് എ സിവിൽ ലയബിലിറ്റി അപ്പോൺ ദ കൾപ്രിറ്റ്, അല്ലേ, വെക്കുന്നത്. ആ സിവിൽ ലയബിലിറ്റിക്ക് പകരം നരേന്ദ്രമോദി നമുക്ക് ക്രിമിനൽ ലയബിലിറ്റിയാണ് വെച്ച് തന്നത്, തടവ്. അതുകൊണ്ടാണ് അതിനെ എതിർക്കണം എന്ന് പറഞ്ഞത്. അതൊരു പ്രധാനപ്പെട്ട ഇഷ്യൂ ആണ്. മുത്തലാഖ് വിഷയം ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. ആ നിയമം കൊണ്ടുവന്നത് ഈ ഗവൺമെൻറ്റാണ്, നരേന്ദ്രമോദിയാണ്. എതിർക്കണ്ടേ? 1986 എന്നോട് എപ്പോഴാ ചെന്ന് നിർത്താൻ പറഞ്ഞ, ദയവായി കത്ത് കൊണ്ടുവരുതേ. അപ്പോൾ എനിക്കൊരു മണിക്കൂറുണ്ട്, ആ ഒരു മണിക്കൂർ ഞാൻ പറയും. അതിന് ശേഷം നിങ്ങൾ സമാപനമൊക്കെ നടത്തിയാൽ മതി, ഞാൻ ഇവിടുന്ന് പോകണ പ്രശ്നമില്ല. അപ്പോൾ 1986 അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ വെള്ളം ചേർത്ത് വേറെ വല്ല പരിപാടിയിൽ കയറ്റിയിട്ടുണ്ടെങ്കിൽ ഐ ആം നോട്ട് റെസ്പോൺസിബിൾ ഫോർ ദാറ്റ്. അപ്പോൾ 1986 YV ചന്ദ്രചൂഡ് സുപ്രീം കോടതി ജഡ്ജി ആയിരിക്കുമ്പോഴാണ് ഷാബാനു കേസിൽ വിധി പറഞ്ഞത്. അൽബഖറ സൂറത്തിലെ 241 ആയത്ത് വലിൽ മുത്തല്ലാഖാത്ത് മത്താവും ബിൽ മഅറൂഫ് പറഞ്ഞു. അതിനു പകരം 125 വകുപ്പ് പ്രകാരം CRPC പ്രകാരമുള്ളത് അർഹതയുള്ള മുസ്ലിങ്ങൾക്കെന്ന് പറഞ്ഞപ്പോഴാണ് ബനാത്വാല സാഹിബ്, ദ ഗ്രേറ്റ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്, ദ ഗ്രേറ്റ് പാർലമെൻറ്റേറിയൻ, ഇന്ത്യൻ പാർലമെൻറ്റിൽ ബനാത്വാല ഒരു പ്രൈവറ്റ് ബില്ല് കൊണ്ടുവന്നു. രാജീവ് ഗാന്ധി ആ ബില്ലിന് പകരം ഈ രാഹുൽ ഗാന്ധിയുടെ അച്ഛൻ മുസ്ലിം സമുദായത്തിന് വേണ്ടി ഒരു ശരീഅത്ത് ബില്ല് കൊണ്ടുവന്ന ആളാണ്. വിവാഹമോചിതയായ മുസ്ലിം സ്ത്രീക്ക് മതിയായ പാരിതോഷികം കൊടുക്കണം എന്ന് പറഞ്ഞത് ആ ബില്ലുണ്ടായത് അങ്ങനെയാണ്. അപ്പോൾ സുപ്രീം കോടതിയുടെ വിധിയെ മറികടന്നിട്ടാണ് രാജീവ് ഗാന്ധി കൊണ്ടുവന്നത്. അന്നും ഞാനത് ഓർക്കാൻ കാരണം 1987 ഞാൻ മുസ്ലിം ലീഗിൽ ചേരുന്നത്. കാരണം 86 ഷാബാനു കേസാണ്. ഷാബാനുവിന് അല്ലാതെ പ്രശ്നം ഉണ്ടാക്കിയത്, എനിക്കും പ്രശ്നം ഉണ്ടാക്കി. അതുകൊണ്ടാണ് ഞാൻ 1987 മുസ്ലിം ലീഗിൽ ചേർന്നത്. കാരണം എന്താ, അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രാജ്യമാകെ ഇസ്ലാമിക ശരീഅത്തിനെതിരായി ജാഥ നടത്തി. ഞാൻ അവിടുത്തെ പാർട്ടി സെക്രട്ടറി ആയിരുന്നു. അപ്പോൾ ജാഥയുടെ മുമ്പിലേക്കുണ്ട് ഞാനല്ല, ഞാൻ വാതിലടിച്ച് ആഫീസ് പൂട്ടിയിട്ട് രാജിക്കത്തും കൊടുത്ത് ഞാൻ പോന്നു. ജാഥ പുറപ്പെടാൻ നേരത്തെ എന്നെ കാണാനില്ല. അപ്പോൾ 1987 86 കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ്, ഇസ്ലാമിക ശരീഅത്ത് ശരിയല്ല, ശരിയല്ലാത്തത് ശരിയല്ല, ശരിയത്തായാലും ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് ജാഥ നടത്തുന്ന സമയമാണ്. അന്ന് അതിൻ്റെ കൂടെ BJP ഉണ്ട്, മാർക്സിസ്റ്റ് പാർട്ടി ഉണ്ട്. ഏക സിവിൽ കോഡ് പറഞ്ഞാലും മാർക്സിസ്റ്റ് പാർട്ടി ഉണ്ട്, BJP ഉണ്ട്. അപ്പോൾ എന്താണ് അവരൊക്കെ തമ്മിലുള്ള ഐക്യം നിങ്ങൾ കാണാത്തത്? രണ്ടും ഒരുപോലെയാണ്. അപ്പോൾ ഇവരിപ്പോൾ ഇവിടെ കൊണ്ടുവന്നത് മുത്തലാഖ് നിയമം, അത് ഏക സിവിൽ കോഡിലേക്കുള്ളൊരു സ്റ്റെപ്പിംഗ് സ്റ്റോണാണ്. അതുവഴിയാണ് ഞാൻ അതിലേക്ക് കടന്ന് സിവിൽ കോഡിലേക്ക് പോകാൻ പോകുന്നത്. അന്നേരം നിങ്ങൾ എന്ത് നിലപാടെടുക്കും? വേറൊരു സാമ്പത്തിക സംവരണം, അടുത്ത ബില്ല് സാമ്പത്തിക സംവരണം. നമ്മൾ തന്നെയാണ് കേരളത്തിൽ ബാലകൃഷ്ണപിള്ളയൊക്കെ സാമ്പത്തിക മുന്നോക്കത്തിൻ്റെ ചെയർമാനൊക്കെ ആക്കി വെച്ചത്. മുന്നോക്ക സമുദായത്തിൽപ്പെട്ട ആളുകളുടെ എല്ലാ ദുരിതങ്ങളോടും കൂടെ മുസ്ലിം ലീഗ് ഉണ്ട്, നോ ഡൗട്ട്. അവർക്ക് വീടില്ലാത്തവർക്ക് വീട് വെച്ച് കൊടുക്കുക, അവർക്ക് സാമ്പത്തിക സഹായങ്ങൾ ചെയ്യുക, വ്യവസായത്തിന് സഹായം കൊടുക്കുക, കൃഷിക്ക് സബ്സിഡി കൊടുക്കുക, ഒക്കെ റെഡിയാണ്. അതൊരു ദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രക്രിയയാകാൻ പാടുള്ളൂ, അതൊരു സംവരണമാകാൻ പാടില്ല. സംവരണത്തിൻ്റെ ആവശ്യമില്ല, അത് സംവരണമാക്കി. അതിന് ആരുണ്ട്? പിണറായി വിജയനുണ്ട്, നരേന്ദ്രമോദിയുണ്ട്. പൗരത്വ നിയമം കൊണ്ടുവന്നു. നേരത്തെ ഇവിടെ CP സൈതലവി ചെറുതായിട്ടൊന്ന് പരാമർശിച്ചു. പൗരത്വ നിയമം 42.5 ലക്ഷം പൗരന്മാർ അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ് ആൻഡ് പാകിസ്ഥാൻ, ഇന്ത്യയിൽ താമസിക്കുകയാണ്. ആ 42.5 ലക്ഷം ആളുകളിൽ 10 ലക്ഷം പേര് മാത്രമേ മുസ്ലിങ്ങളുള്ളൂ. ആ 10 ലക്ഷം മുസ്ലിങ്ങൾക്ക് മാത്രം ഇന്ത്യൻ പൗരത്വം കൊടുക്കൂല എന്നാണ് ആക്ട് പറയുന്നത്. ക്രിസ്ത്യാനിക്ക് കൊടുക്കും, ഹിന്ദുക്കൾക്ക് കൊടുക്കും, സിഖുകാർക്ക് കൊടുക്കും. ആ രാജ്യങ്ങളിൽ നിന്ന് ഇവിടെ വന്ന് താമസിക്കുന്ന സകലർക്കും പൗരത്വം കൊടുക്കും ഇന്ത്യയിൽ, എക്സെപ്റ്റ് മുസ്ലിംസ്. വാട്ട് ഈസ് ദ റീസൺ?
10 ലക്ഷം വരുന്ന മുസ്ലിങ്ങൾക്ക് മാത്രം കൊടുക്കില്ല എന്ന്. ആ ബില്ല് വന്നതിന് ശേഷം അത് പിന്നെ BJPക്ക് എതിരായി തിരിച്ചടിച്ചിട്ടുണ്ട്. അത് വേറൊരു കാര്യം. അത് ഈ പാർലമെൻറ്റ് പാസ്സാക്കിയതാണ്. റഫാൽ ഇടപാട് 520 ആ അഴിമതിയൊക്കെ പൊക്കി പിടിച്ച് നമ്മൾ സംസാരിക്കണം. അതൊക്കെ ഉൾക്കൊള്ളുന്ന ആൾക്കാരുണ്ട്, അതുകൊണ്ടൊക്കെ വോട്ട് ചെയ്യുന്നവരുണ്ട്. 526 കോടി രൂപയ്ക്ക് കിട്ടുന്ന വിമാനം അതിന് കരാറാക്കിയിട്ട് 1370 കോടി റുപ്യക്ക് വാങ്ങിയ ഗവൺമെൻറ് രാജ്യത്തിൻ്റെ നല്ല ഗവൺമെൻറ്റാണോ ചീത്ത ഗവൺമെൻറ്റാണോ? 526 കോടി രൂപയ്ക്ക് വിമാനം നമുക്ക് തരാമെന്ന് പറഞ്ഞു. കുറച്ച് വിമാനം നേരിട്ട് വാങ്ങുന്നു, ബാക്കി വിമാനം ഇവിടെ ഉണ്ടാക്കുന്നു. ഇവിടെ ഉണ്ടാക്കുന്ന വിമാനം പൊതുമേഖലയിൽ ഉണ്ടാക്കുന്നു. അതിനുള്ള ടെക്നോളജി എഞ്ചിനീയർമാരെ അയച്ച് അവർ തരുന്നു. അതാണ് കരാറ്. നല്ല കരാറല്ലേ? അത് 1370 കോടിയാക്കി വിമാനത്തിൻ്റെ വില കൂട്ടി. ഇവിടെ ഉണ്ടാക്കുന്ന വിമാന നിർമ്മാണം പൊതുമേഖലയിൽ നിന്ന് മാറ്റി അംബാനിക്ക് കൊടുത്തു. അംബാനിക്ക് വിമാനം ഉണ്ടാക്കി പരിചയമില്ലാത്തതുകൊണ്ട് ഒരു കമ്പനി പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യിപ്പിച്ചു. എത്ര കോടിയാണ് അതിൽ നിന്ന് ഉണ്ടാക്കിയതെന്നാണ് വിചാരിച്ച്. ഒരു വിമാനത്തും 526 കഴിച്ചിട്ട് 1377 പോകുമ്പോൾ എത്ര കോടി ഉണ്ടാവും? അത് മുഴുവൻ അംബാനിക്കുള്ളതാണോ? അത് മുഴുവൻ ഗവൺമെൻറ് അതിൽ നിന്ന് നല്ലൊരു ശതമാനം പൈസ ഈ ഭാരതീയ ജനതാ പാർട്ടി ഗവൺമെൻറ് എടുത്തിട്ടുണ്ട്. അപ്പോൾ റഫേൽ ഇടപാട്, സാമ്പത്തിക സംവരണം, തൊലീക്കത്ത് ബില്ല്, പൗരത്വ ബില്ല്, ഇതൊക്കെ പാസ്സാക്കിയ ഗവൺമെൻറ്റാണ് ഇവിടെയുള്ള ഗവൺമെൻറ്. ആ വിഷയങ്ങളൊക്കെ ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയങ്ങളല്ലേ? അതൊക്കെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ വിഷയങ്ങളല്ലേ? ആ തെരഞ്ഞെടുപ്പിൻ്റെ വിഷയം പറയേണ്ട സമയത്ത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയേണ്ടതുണ്ട്. അതുപോലെ കേരളത്തിൽ ഇപ്പോൾ നമുക്കിപ്പോൾ നേരത്തെ പറഞ്ഞു, സമയക്കുറവ് കൊണ്ട് ഞാൻ ചുരുക്കുകയാണ്. ഈ CPM എന്ന് പറയുന്നൊരു പാർട്ടി, നമുക്കിപ്പോൾ കേരളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പിൽ നമ്മുടെ ടാർഗറ്റ് CPM തന്നെ ആവുമല്ലോ. ബാക്കി മോഡിയും CPM ഇത് രണ്ടുകൊണ്ടല്ലോ നമ്മൾ ആഞ്ഞടിക്കേണ്ട ഒരു വിഷയം. അതിൽ ഈ CPM എന്ന് പറയുന്ന പാർട്ടി അവിടെ ഈ ശബരിമലയിൽ അവർ ഇത് ചെയ്യാൻ പോകുന്നുണ്ട്. ഒരു ചെറുവള്ളിയിൽ യോഹന്നാൻ്റെ ഇല്ലേ പത്തനംതിട്ട ചെറുവള്ളിയിൽ യോഹന്നാൻ്റെ സ്ഥലം വാങ്ങിയിട്ട് അവിടെ ഒരു വിമാനത്താവളം ഉണ്ടാക്കുകയാണ്. അപ്പോൾ സ്ത്രീകൾ അവിടെ വരേണ്ടത് ആവശ്യമാണ്. ഹൈന്ദവരെ സംബന്ധിച്ച് നമ്മൾ ഹൈന്ദവരുടെ ഈ ഒരു ഇഷ്യൂവിൽ അവരുടെ കൂടെ നിന്നതുകൊണ്ട് നമുക്കൊരാവശ്യം ഉണ്ടാകുമ്പോഴും അവർ സഹായിക്കും എന്ന പ്രതീക്ഷ നമുക്ക് വേണം. നമുക്കൊരാവശ്യം ഉണ്ടാകുമ്പോൾ ഹിന്ദുക്കൾ സഹായിക്കണം, ഹിന്ദുക്കൾക്കൊരാവശ്യം ഉണ്ടാകുമ്പോൾ നമ്മൾ സഹായിക്കണം. അങ്ങനെ മാത്രമേ ഹൈന്ദവരുടെ അംഗസംഖ്യ CPMലും BJPയിലും കുറക്കാൻ പറ്റുള്ളൂ. അങ്ങനെ മാത്രമേ അവരുടെ വിശാലമായ മനസ്ഥിതി നമുക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയുള്ളൂ. അവരെ വർഗീയവാദികളുടെ കൂട്ടത്തിലേക്ക് ആട്ടി ഓടിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ശബരിമല ഇഷ്യൂവിലൊക്കെ അവർ ഇടപെട്ടത്. ആ ഗവൺമെൻറ് തന്നെ ചെയ്തൊരു പണി നിങ്ങൾക്കറിയാലോ. ഇവിടെ 1937 മുഹമ്മദ് വക്കീലുണ്ട്, 1937 ഇസ്ലാമിക് ശരീഅത്ത് ആപ്ലിക്കേഷൻ ആക്ട്, ആ ശരീഅത്ത് ആപ്ലിക്കേഷൻ ആക്ട് 37 വന്നിട്ട് നമ്മളൊക്കെ ആ ആക്ട് അനുസരിച്ചാണ് ജീവിക്കുന്നത്. നിയമം നമുക്ക് അതാണ് ബാധകമായിട്ടുള്ളത്. ബ്രിട്ടീഷുകാരുടെ കാലത്തുണ്ടാക്കിയതാണ്. 81 കൊല്ലമായി, 8-1, ഈ 81 കൊല്ലം ഇവിടെ ജീവിക്കുന്ന മുസ്ലിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും അതുകൊണ്ടുണ്ടായിട്ടില്ല. അതിന് ചട്ടങ്ങളൊന്നും ഉണ്ടാക്കിയില്ല ഗവൺമെൻറ്. അതിൻ്റെ ആക്ടിൻ്റെ 2-ാം വകുപ്പിൽ പറഞ്ഞിട്ടുണ്ട്, ദ സ്റ്റേറ്റ് ഗവൺമെൻറ് മേ എന്നാണ്, ആവശ്യമാണെങ്കിൽ ചട്ടം ഉണ്ടാക്കും. അതിനിടയിലാണ് നിങ്ങളെ കൊടുങ്ങല്ലൂരും ചാവക്കാടും ഒക്കെ മറ്റേ അബു താലിബിൻ്റെ കേസ് കൊടുക്കലും. ഇസ്ലാം മതം വിശ്വസിച്ച 2 പേര്, ആ ഇസ്ലാം മതം വിശ്വസിച്ച 2 പേരിൽ ഒരാളുടെ മയ്യത്ത് കത്തിച്ചു കളഞ്ഞു, ഒരാളുടെ മയ്യത്ത് മെഡിക്കൽ കോളേജിനും കൊടുത്തു. ഈ 2 ആളുകളും ഇസ്ലാം മതം വിശ്വസിച്ചു എന്നല്ലാണ്ട് ഗസറ്റിൽ നോട്ടിഫിക്കേഷൻ കൊടുത്ത ഒരാൾ മാത്രമാണ്. ആ നോട്ടിഫിക്കേഷൻ കൊടുത്തപ്പോൾ അയാൾ പേര് മാറ്റിയ വിവരം മാത്രമേ നോട്ടിഫിക്കേഷനിൽ കാണിച്ചിട്ടുള്ളൂ, ഇസ്ലാമായി എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വന്നപ്പോൾ അത് സംബന്ധിച്ച് മഹല്ല് കമ്മിറ്റിക്കാരും മറ്റും കോടതിയിൽ പോയിട്ട് മുസ്ലിങ്ങളായിട്ട് മരിച്ച 2 പേർക്ക് അവരുടെ സംസ്കാരം ഇസ്ലാമിക രീതിയിൽ കിട്ടിയില്ല എന്ന് പറഞ്ഞ് കോടതിയെ സമീപിച്ചപ്പോൾ കോടതി പറഞ്ഞു, ഇതിനൊന്നും ഇവിടെ ഒരു നിയമവും വ്യവസ്ഥയും ഇല്ലേടേ എന്ന് ചോദിച്ചു കോടതി വക്കീലിനോട്. വക്കീലിൻ്റെ പേര് ഞാൻ പറഞ്ഞില്ല. അങ്ങനെ ഇതിനൊരു നിയമവും വ്യവസ്ഥയും ചട്ടങ്ങളൊന്നും ഇല്ല സർ, ചട്ടം ഇവിടെ ഉണ്ടാക്കിയില്ലായിരുന്നു. എന്നാൽ ആദ്യം ചട്ടം ഉണ്ടാക്കിയിട്ട് എന്നിട്ട് പറയാൻ വിധിയാണ്. ചട്ടം ഉണ്ടാക്കാൻ ഗവൺമെൻറ്റിനോട് 3 മാസം സമയം കൊടുത്തു. ഗവൺമെൻറ് സുഖമായിട്ടൊരു ചട്ടം ഉണ്ടാക്കി. ആ ചട്ടം ഉണ്ടാക്കിയപ്പോൾ എനി പേഴ്സൺ എന്നാണ് സെക്ഷൻ 3 ആരംഭിക്കുന്നത്. എനി പേഴ്സൺ, ഏതെങ്കിലും ഒരു വ്യക്തി, എനി മുസ്ലിം, ഏതെങ്കിലും ഒരു മുസ്ലിം ഇസ്ലാമിക ശരീഅത്ത് അവന് ആപ്ലിക്കബിൾ ആകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ he has to get a declaration certificate from the തഹസീൽദാർ.
100 റുപ്യ ഫീസ് അടച്ചിട്ട് 50 റുപ്യൻ്റെ മുദ്രക്കടലാസിൽ നോട്ടറി അറ്റസ്റ്റേഷനോട് കൂടി ഫോറം 1 പൂരിപ്പിച്ചു കൊടുത്തിട്ട് തഹസിൽദാർ ഇടുന്നൊരു സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ട് വരണം. തഹസിൽദാർ ഓൺ എൻക്വയറി അന്വേഷണം നടത്തിയതിന് ശേഷം ഇവൻ സമർപ്പിച്ച രേഖകളൊക്കെ സത്യമാണെങ്കിൽ ശരിയാണെങ്കിൽ ഈ മേ ഇഷ്യൂ എ സർട്ടിഫിക്കറ്റ്, ഇല്ലെങ്കിലോ അപ്പീൽ പോകാം. അപ്പോൾ വീണ്ടും ഫീസ് എടുത്തിട്ട് കലക്ടർക്കും RDO ക്കും അപ്പീലിന് പോകാം എന്ന് പറഞ്ഞു. അതിനെക്കുറിച്ചൊരു ചർച്ച തിരുവനന്തപുരത്ത് നടന്നു എന്നാണ് ഞാൻ കേട്ടത്, പത്രത്തിൽ കണ്ടത്. അതിൽ ആ ചർച്ചയിൽ ആകെ തീരുമാനമായത് എൻക്വയറി എന്നുള്ളതിന് പകരം വേറൊരു വേർഡ് എന്താണ് ഒരു വെരിഫിക്കേഷൻ ആക്കി മാറ്റി, 45 ദിവസമുള്ളത് 30 ആക്കി മാറ്റിയെന്നാണ്. ഇത് ഈ നോട്ടിഫിക്കേഷൻ, ഈ ചട്ടം പ്രസിദ്ധീകരിച്ച് ഗവൺമെൻറ് അസാധാരണ ഗസറ്റായിട്ട് 21/12/2018 വന്നു. ആ ഗസറ്റ് ഞാൻ യാദൃശ്ചികമായി വായിച്ചു നോക്കിയപ്പോൾ കണ്ടു. അത് ഞാൻ ബഹുമാനപ്പെട്ട നിയമമന്ത്രി AK ബാലനും പിണറായി വിജയനും ഒരു പെറ്റീഷനായിട്ട് കൊടുത്തു. പിറ്റേ ദിവസം AK ബാലൻ എന്നെ വിളിച്ചു, നിങ്ങളുടെ പെറ്റീഷനിൽ പറഞ്ഞ കാര്യങ്ങളിൽ കുറച്ച് ശരിയുണ്ട്, ഞങ്ങളതിൽ ചില ഭേദഗതികൾ വരുത്താൻ തയ്യാറാണ്, അതുകൊണ്ട് ഫർദർ സ്റ്റെപ്സ് ഒന്നും ഇപ്പോൾ എടുക്കരുത് പറഞ്ഞു. ഞാൻ കോടതിയിൽ പോകുന്നൊക്കെ പറഞ്ഞിരുന്നു, പോകരുത് എന്ന് പറഞ്ഞു. അങ്ങനെ 2-3 ദിവസം കഴിഞ്ഞ് 4 ദിവസം കഴിഞ്ഞപ്പോൾ അവരൊരു വിജ്ഞാപനം പുറപ്പെടുവിച്ചു. അതായത് ഞങ്ങളെ ചട്ടങ്ങളിൽ പറഞ്ഞ പ്രകാരം എല്ലാ മുസ്ലിങ്ങളും ഡിക്ലറേഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല, പുതുതായിട്ട് വരുന്നവർ മാത്രം കൊടുത്താൽ മതി, അല്ലെങ്കിൽ ട്രഡീഷണലായിട്ട് പരമ്പരാഗതമായിട്ട് ഇസ്ലാമിക ശരീഅത്ത് അല്ലാതെ ഫോളോ ചെയ്യുന്ന മുസ്ലിങ്ങളുണ്ടെങ്കിൽ അവരും കൊടുത്താൽ മതി എന്ന് പറഞ്ഞ് വിജ്ഞാപനം ഇറക്കി. വിജ്ഞാപനം ഇറക്കിക്കഴിഞ്ഞതിന് ശേഷം അസംബ്ലി വിളിച്ചു കൂട്ടിയപ്പോൾ വിജ്ഞാപനം മേശപ്പുറത്ത് വെച്ചു. വിജ്ഞാപനം അസംബ്ലിയുടെ മേശപ്പുറത്ത് വെച്ചാൽ അതിൻ്റെ അർത്ഥം ഈ വിജ്ഞാപനമല്ല, ചട്ടം മേശപ്പുറത്ത് വെച്ചു. ചട്ടം മേശപ്പുറത്ത് വെച്ചാൽ അത് ചട്ടമായി, അത് നിലവിൽ വന്നു. അപ്പോൾ ആ ചട്ടത്തിൽ ഈ വിജ്ഞാപനത്തിൽ പറഞ്ഞ കാര്യമില്ല. ചട്ടം ആദ്യം വന്ന പോലെ ഒറിജിനൽ ചട്ടം വെച്ചു, വിജ്ഞാപനം വേറെ നമ്മളെ തൃപ്തിപ്പെടുത്താൻ വേറൊന്ന് ഇറക്കും ചെയ്തു. അപ്പോൾ വിജ്ഞാപനത്തിൻ്റെ സ്പിരിറ്റ് ചട്ടത്തിൽ ഉൾക്കൊള്ളിക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ പെറ്റീഷൻ കൊടുത്തു, അതുവരെ എടുത്തിട്ടില്ല. അപ്പോൾ ഇപ്പോൾ ആസ് ഇറ്റ് ഈസ് ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല, 81 കൊല്ലമായിട്ട് നിൽക്കണ കാര്യം നിൽക്കാലോ, കുഴപ്പമില്ല. പക്ഷേ ഒരു മുസ്ലിം സ്ത്രീ ഇപ്പോൾ വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കേണ്ട ഒരു മുസ്ലിം പുരുഷനെങ്കിൽ ഒരു 2 ആളും ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങിയേക്കുന്നത് നല്ലതാണ്. അവരുടെ വിവാഹം ഒരു ഡൈവേഴ്സിൻ്റെ പക്കത്തെത്തി കോടതിയിൽ പോയാൽ ഈ പെണ്ണ് ഇസ്ലാമിക ശരീഅത്തനുസരിച്ചുള്ള ആനുകൂല്യങ്ങൾ ചോദിച്ചാൽ കോടതി ചോദിക്കും, ആർ യു എ മുസൽമാൻ, ഹാവ് യു ഗോട്ട്, അല്ലെ ഡു യു വാണ്ട് ടു അപ്ലൈ ഇസ്ലാമിക് ശരീഅത്ത് ആക്ട് ഓൺ യു എന്ന് ചോദിക്കും. വേണം, എനിക്ക് ഇസ്ലാമിക ശരീഅത്തനുസരിച്ചുള്ള വിധി വേണം എന്ന് പറഞ്ഞാൽ പ്രൊഡ്യൂസ് യുവർ ഡിക്ലറേഷൻ എന്ന് പറയും. അപ്പോൾ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് തന്നെ 2 ആളും ഡിക്ലറേഷൻ വാങ്ങി വെച്ചില്ലെങ്കിൽ അത് വെച്ചാൽ തന്നെ പിന്നെ ആ കല്യാണം സുഖമാകും. ഇപ്പം തന്നെ ഏതെങ്കിലും കാലത്ത് ഡൈവോഴ്സ് ചെയ്യേണ്ടി വന്നാൽ ഉപയോഗിക്കാനുള്ള സർട്ടിഫിക്കറ്റും കൂടി 2 ആളും കൂടി ഒരുമിച്ച് വെച്ചാൽ ശരിയാവും. അപ്പോൾ അങ്ങനെയും ഭയാനകമായൊരു പ്രശ്നം, ഒരു ഇഷ്യൂ ഈ ഇടതുപക്ഷ ജനാധിപത്യത്തിന് ഉണ്ടാക്കിയിട്ടുണ്ട്. വേണ്ടത്ര ശ്രദ്ധിക്കപ്പെടാതെ പോവുകയാണ്. മുസ്ലിം ലീഗ് അത് ശ്രദ്ധിച്ചിട്ടുണ്ട്, നിയമസഭയിൽ കൊണ്ടുവന്നിട്ടുണ്ട്, ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ ആ വിഷയം ഏറ്റെടുക്കും. അപ്പോൾ അവിടെ നരേന്ദ്രമോദി കൊണ്ടുവരുന്നത് തന്നെയാണ് പടി. അപ്പോൾ നമുക്ക് ഇസ്ലാമിക് ശരീഅത്ത് ആപ്ലിക്കേഷൻ ആക്റ്റും അതിൻ്റെ ചട്ടങ്ങളും തെരഞ്ഞെടുപ്പിൽ ആവശ്യമുള്ളിടത്ത് പറയേണ്ടി വരും. നമുക്ക് അഖ്ലാഖിൻ്റെയും ജുനൈദിൻ്റെയും കൊലപാതകം പറയേണ്ടി വരും, നമുക്ക് നോട്ട് നിരോധനം പറയേണ്ടി വരും, ബാങ്കുകളുടെ ലയനം പറയേണ്ടി വരും. എല്ലാവരോടും ബാങ്ക് അക്കൗണ്ട് തുടങ്ങാൻ പറഞ്ഞില്ലേ ഗവൺമെൻറ്, എന്തിനാണ് തുടങ്ങാൻ പറഞ്ഞത്? നിങ്ങൾക്ക് സബ്സിഡിയൊക്കെ ബാങ്കിൽ വരുന്നതാണ്. സബ്സിഡി ബാങ്കിൽ വരുന്നതാണ്. ബാങ്ക് അക്കൗണ്ട് തുടങ്ങിയപ്പോൾ എല്ലാവരുടെ വകയിലും കുറേശ്ശെ പൈസയായിട്ട് ഭീമമായ സംഖ്യ ബാങ്കിൽ വന്നു കഴിഞ്ഞാൽ എന്തിനാണത്? ആ പൈസ കടം കൊടുക്കുന്നത് മുഴുവൻ ആർക്കാണ്? ഈ പറഞ്ഞ അംബാനിക്കും അഡാനിക്കുമാണ്. അവരെ തിരിച്ചു തന്നില്ലെങ്കിൽ എന്താണ് അതിന് വഴിയുള്ളത്? 2016-17 ബഡ്ജറ്റിൽ 6,78,000 കോടി രൂപ കുത്തക മുതലാളിമാരുടെ കടം എഴുതി തള്ളാൻ നീക്കി വെച്ചു. 1,11,000 കോടി രൂപ 130 കോടി ആളുകൾക്ക്, നിങ്ങൾക്കും എനിക്കും സബ്സിഡി തരാൻ സംഖ്യ എത്രേ? 1,30,000 കോടി അല്ലേ? മറ്റതോ 6,78,000 കോടി 900 മുതലാളിമാർക്ക് അവരുടെ കട എഴുതി തള്ളാൻ. അതാണ് നരേന്ദ്രമോദി ഗവൺമെൻറ്. എന്നിട്ടോ ബാങ്കിങ് പോളിസി എന്താ ഇപ്പം ഈ ഗവൺമെൻറ്റിൻ്റെ? ഡെപ്പോസിറ്റ് ഇൻ റീറ്റെയിൽ ആൻഡ് ലോൺ ഇൻ ഹോൾസെയിൽ. മനസ്സിലായില്ലേ? കുറേശ്ശെ ആയിട്ട് നിങ്ങളെല്ലാവരും കൊടുക്കുന്ന പൈസ റീറ്റെയിലായിട്ട് സ്വീകരിക്കുക, അത് ചാക്ക് കണക്കിനാവുമ്പോൾ മുതലാളിക്ക് കൊടുക്കുക, നിങ്ങൾക്ക് തരാനല്ല. അതിനുവേണ്ടി വലിയ ബാങ്ക് ഉണ്ടാക്കാൻ വേണ്ടി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ബിക്കാനീർ ആൻഡ് ജയ്പൂർ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഹൈദരാബാദ് തുടങ്ങിയ ബാങ്കുകളെ ലയിപ്പിച്ചു SBIയിൽ, ഒറ്റ ബാങ്കാക്കി. സബ്സിഡി അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും മെസ്സേജ് വന്നിട്ടുണ്ടാവും. പാചകവാതകം ഇന്നലെ വാങ്ങിയ ആളുകൾക്ക് 240 രൂപ സബ്സിഡി ഹാസ് ബീൻ ഡെപ്പോസിറ്റഡ് ഇൻ യുവർ സച്ച് ആൻഡ് സച്ച് അക്കൗണ്ട് എന്ന് പറഞ്ഞ മെസ്സേജ് വരും.
2-3 തവണ അക്കൗണ്ടിലേക്ക് സബ്സിഡി വന്നു കഴിഞ്ഞപ്പോൾ ഒരു സ്ത്രീ പോയിട്ട് ചോദിച്ചു, എൻ്റെ ആ സബ്സിഡിയെ കൂടി ഒരു 10-700 റുപ്യ ഉണ്ട്, അത് വേണോ, അരി വാങ്ങാൻ കാശില്ലായിരുന്നു. അപ്പോൾ ബാങ്കുകാർ പറഞ്ഞു, ആ പൈസ നിങ്ങൾക്ക് മിനിമം ബാലൻസ് ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ തന്നെ എടുത്തേക്കെന്ന് പറഞ്ഞു. ഏത് മിനിമം ബാലൻസിന് ഇത്രയെന്ന് ആദ്യം തീരുമാനിച്ചിട്ടുണ്ട്. ഈ ഗവൺമെൻറ് ചിലപ്പോൾ ഇൻകം ടാക്സ് നിർത്തലാക്കും. നമ്മൾ വളരെ ഹാപ്പി ആയിരിക്കും, ഇൻകം ടാക്സ് ഇല്ല, ഇനി മേലാൽ റിട്ടേൺ കൊടുക്കണ്ട, എത്രയും സമ്പാദിക്കാമെന്ന് വെറുതെ തോന്നുകയാണ്. അതിന് സർവീസ് ചാർജ് എന്ന് പറഞ്ഞൊരു ഏർപ്പാടുണ്ട്. അതെന്താ സംഗതി? അതിനാണ് നരേന്ദ്രമോദി ക്യാഷ്ലെസ് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞത്. നമ്മൾ നന്നാക്കാനല്ല, ക്യാഷ്ലെസ് ട്രാൻസാക്ഷൻ തുടങ്ങി നിർത്തിയ പല രാജ്യങ്ങളുണ്ട്. ക്യാഷ്ലെസ് ട്രാൻസാക്ഷന് വേണ്ട സംവിധാനങ്ങൾ ഒരുക്കുന്നത് അഡാനിയാണ്, അംബാനിയാണ്. അംബാനിയുടെ റിലയൻസ്, പേടിഎം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അവരെ ആണ് കമ്പ്യൂട്ടർ സംവിധാനങ്ങളൊക്കെ ഒരുക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ 1000 രൂപ MB അബ്ദുൽ ഖാദർ സാഹിബിന് പെരുമ്പാവൂർക്ക് പോകുമ്പോൾ കൈ കൊടുത്താൽ എനിക്ക് 1000 രൂപ കുറഞ്ഞു, അബ്ദുൽ ഖാദർ സാഹിബിന് 1000 രൂപ കിട്ടി, മൂന്നാമത്തെ ഒരാൾക്കൊന്നും കിട്ടില്ല. ഞാനത് ക്യാഷ്ലെസ് ആയിട്ട് ട്രാൻസാക്ട് ചെയ്താൽ 15 രൂപ അംബാനി കിട്ടും. ഞങ്ങളെ ഈ പൈസ ഖാദർ സാഹിബ് അത് എഗെയിൻ ക്യാഷ്ലെസ് ആയിട്ട് വേറെ ആൾക്ക് കൊടുത്താൽ അപ്പോൾ 15 അതിന് പിന്നെയും പോകും. അപ്പോൾ 1,00,000 കോടി രൂപ ഇന്ത്യയിലാകെ ഒരുക്ക കറങ്ങി വരുമ്പോൾ മോഡിയുടെ നിയമപ്രകാരം 10,000 കോടി രൂപ അംബാനിയുടെ പെട്ടിയിൽ വീഴും. ഇന്ത്യയിൽ എത്ര കറൻസി ഉണ്ട് സർക്കുലേഷനിൽ ഞങ്ങൾ വിചാരിച്ചിട്ട് 17 ലക്ഷം കോടി. 17 ലക്ഷം കോടി ഇന്ത്യൻ കറൻസി ഈസ് ഇൻ സർക്കുലേഷൻ ഫോർ ദ ടൈം ബീങ്. ആ 17 ലക്ഷം കോടി കറൻസി ഒരു തവണ ചുറ്റിക്കറങ്ങി വരുമ്പോൾ എത്രായിരം കോടി രൂപ അംബാനിയുടെ പെട്ടിയിൽ വീഴും. അപ്പോൾ ഈ ഗവൺമെൻറ് അംബാനിയുടെ ഗവൺമെൻറ്റാണ്, അഡാനിയുടെ ഗവൺമെൻറ്റാണ്, നിങ്ങളുടെ ഗവൺമെൻറ് അല്ല, എൻ്റെ ഗവൺമെൻറ് അല്ല, തൊഴിലാളിയുടെ ഗവൺമെൻറ് അല്ല, കൃഷിക്കാരൻ്റെ ഗവൺമെൻറ് അല്ല. ആ വിവരം ജനങ്ങളോട് പറഞ്ഞെങ്കിലേ ആ വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ മുഴുവൻ വോട്ട് ഈ തിരഞ്ഞെടുപ്പിൽ കിട്ടുള്ളൂ. അത് പറയേണ്ടടുത്തൊക്കെ ഭംഗിയായിട്ട് പറഞ്ഞ് നിത്യോപയോഗ സാധനങ്ങളുടെ വില വർദ്ധിക്കുന്നു, പെട്രോളിനും ഡീസലിനും ദിവസം വില കൂടുന്നു, തൊഴിലാളി സംഘടനകളൊക്കെ തകർന്നു പോയി. ഇടയ്ക്കൊരു ജാഥയൊക്കെ പോകുന്നുണ്ട്, ശരി തന്നെ, പക്ഷെ ഒരു പ്രയോജനമില്ല, സ്ട്രൈക്കിംഗ് പവറില്ല. പെട്രോളിന് വില കയറുമ്പോൾ കേരളത്തിലെ ഒരു സംഘടനകളെല്ലാം കൂടി വാഹനങ്ങളെ ഒരു പണിമുടക്കം നടത്തും. അത് ഒരു ജീവി അറിയാറുമില്ല, അതുകൊണ്ടൊരു ഫലം കിട്ടാറില്ല, ഇന്ത്യക്ക് അത് ബാധകമല്ല, ഒരു പ്രയോജനവുമില്ല. തൊഴിലാളി സംഘടനകളെ മുഴുവൻ മരവിപ്പിച്ച് ഫ്രോസൺ ചെയ്തിട്ട് അതിനുള്ള നിയമങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എല്ലാ ആനുകൂല്യങ്ങളും തട്ടിയിട്ടുണ്ട്. ഈ PF ഗ്രാറ്റുവിറ്റി എന്നൊക്കെ പറഞ്ഞ ഏർപ്പാടുണ്ടല്ലോ, മുതലാളി 100 രൂപ കൊടുത്തു, തൊഴിലാളിൻ്റെ 100 രൂപ എടുത്തു, അപ്പോൾ 200 രൂപ PF ആയി. ഈ PF ഇവിടെ 350 കോടി ഉണ്ടായിരുന്നു തൊഴിലാളിൻ്റെ. അതിന് വല്ലപ്പോഴും ഒരു തൊഴിലാളിക്ക് ആനുകൂല്യം കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. അത് കൈകാര്യം ചെയ്യാനുള്ള അവകാശം അംബാനിക്കാണ് കൊടുത്തു. ഈ 300 കോടി അയാൾക്കാണ് കൊടുത്തു. ഈ തൊഴിലാളി വരുമ്പോൾ നിങ്ങൾ അവിടുന്ന് കൊടുക്കാതിരിക്കുക എന്തെങ്കിലും ചെയ്താൽ. അപ്പോൾ അതിൻ്റെ ട്രാൻസാക്ഷനും മുതലാളിക്ക് കൊടുത്തു. റെയിൽവേ, വിമാനത്താവളം ഒക്കെ കൊടുക്കും. ഇത് ആരുടെ ഗവൺമെൻറ്റാണ്? ഇത് ഹിന്ദുത്വ ഗവൺമെൻറ് ഒന്നും അല്ല. ഹിന്ദു ഹാസ് നത്തിങ് ടു ഡു. അത് ഹിന്ദുക്കളോട് പറയണം. അവരൊന്നും BJPക്കാരല്ല, അവർ നരേന്ദ്രമോദിയുടെ ആൾക്കാരല്ല. നരേന്ദ്രമോദി ഹിന്ദു അല്ല, അയാൾ ഹിന്ദു അല്ല, അയാൾ യഥാർത്ഥ ഹിന്ദുത്വം അല്ല ഇവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. പെട്രോളിന് വില കയറി 79.8% ഹിന്ദുക്കളെന്ന് ഞാൻ കണക്ക് പറഞ്ഞില്ലേ. അപ്പോൾ ജമാലെ, തിരുവനന്തപുരത്ത് ഒരു പെട്രോൾ ബങ്കിൽ നിന്ന് 1000 പേര് ഡീസൽ അടിക്കുമ്പോൾ കൂടിയ വില കൊടുക്കേണ്ടവരുടെ അംഗസംഖ്യയിൽ 790 ഹിന്ദുക്കളും 140 മുസ്ലിങ്ങളാണ്. അപ്പോൾ ഹിന്ദു ഗവൺമെൻറ്റാ? 790 ഹിന്ദുക്കളാണ് ഈ കൂടിയ വില കൊടുക്കേണ്ടത്. ഇതൊക്കെ ഈ രാജ്യത്തിൻ്റെ ബഹുസ്വരതയ്ക്ക് എതിരായിട്ടുള്ള നിലപാടുകളാണ്. ഇന്ത്യ നമ്മുടെ എല്ലാവരുടെയും കൂടിയാണ്. നിങ്ങൾക്കറിയാം, കൊടുങ്ങല്ലൂരിൽ മുസ്ലിങ്ങൾ വന്നപ്പോൾ, അറബികൾ വന്നപ്പോൾ, മാലിക് ദീനാറും 12 ആളും വന്നപ്പോൾ അവരുടെ കച്ചവടം കുറങ്ങി കുറച്ച് മുസ്ലിങ്ങൾ കൊടുങ്ങല്ലൂരുണ്ടായി. ഇവർ ചെയ്തിരുന്ന എന്തായിരുന്നു അറിയുന്നത്? ഈ അറബികളല്ലാത്ത എല്ലാ വിദേശികളും ഇന്ത്യയെ കീഴടക്കാൻ ശ്രമിച്ചു. അറബികൾ മാത്രമാണ് കച്ചവട താല്പര്യം മാത്രം നോക്കി മടങ്ങിപ്പോയത്. ഡച്ചുകാർ, പോർച്ചുഗീസുകാർ, ഇംഗ്ലീഷുകാർ ഇവിടെ വന്നവർ മുഴുവൻ കീഴടക്കലാണ്. അറബി മാത്രം എന്നെ മെനക്കെട്ടില്ല. അതാണ് അവരുടെ ഇസ്ലാമിക് കൺസെപ്റ്റ്. കൊടുങ്ങല്ലൂരിലുണ്ടായിരുന്ന മുസ്ലിമീങ്ങൾ ഉച്ചക്ക് ഊണ് കഴിക്കുന്നതിന് മുമ്പ് അവിടെ പുതുതായിട്ട് ചേർന്ന മുസ്ലിങ്ങളെയും കൂട്ടി അടുത്ത വീടുകളിലൊക്കെ പോയി, ഹിന്ദു വീടുകളിൽ, ഇവിടെ ഭക്ഷണമുണ്ടോ, ഇവിടെ ഭക്ഷണമുണ്ടോ, ഇവിടെ ഭക്ഷണമുണ്ടോ, ഉണ്ടെങ്കിൽ അവർക്ക് കഴിക്കാം, ഇല്ലെങ്കിൽ ഇവർ കൊണ്ടുകൊടുക്കും, അവർക്കും കൂടി ഭക്ഷണം ഉണ്ടെങ്കിൽ കഴിക്കുള്ളൂ. കൊടുങ്ങല്ലൂരിൽ കച്ചവടം ചെയ്തിരുന്ന മുസ്ലിമീങ്ങൾ, അറബികൾ എല്ലാ പീടി ഉച്ചക്ക് പൂട്ടും. എന്തിനറിയോ? ഹിന്ദുക്കൾക്കും കടയുണ്ട്, അവിടെ കച്ചവടം നടക്കണമെങ്കിൽ നമ്മളെ കട പൂട്ടണം. അപ്പോൾ ഉച്ച വരെ തുറന്നു വെച്ചിട്ട് മുസ്ലിങ്ങൾ ആ കട പൂട്ടിക്കൊടുക്കും, ഹിന്ദുക്കൾക്ക് ഉച്ചയ്ക്ക് ശേഷം കച്ചവടം കിട്ടാൻ വേണ്ടി കരുതി കൂട്ടിയിട്ട്. അത്ര വലിയ ഐക്യം ഇവിടെ ഉണ്ടായിരുന്നതാണ്. നമ്മുടെ ഇന്ത്യ രാജ്യത്ത് നമുക്ക് താജ്മഹൽ, കുത്തബ് മിനാർ,
ഫത്തേപൂർ സിക്രി, ആഗ്ര ഫോർട്ട്, എന്തെല്ലാം സംഭവങ്ങളുണ്ട്. സുവർണക്ഷേത്രം, അതുപോലുള്ള ടെമ്പിളുകൾ, ജുമാ മസ്ജിദ്, ഡൽഹി ജുമാ മസ്ജിദ്, ഹസ്രത്ത് ബാൽ മോസ്ക്, തഞ്ചാവൂരിലെ ബൃഹദീശ്വരം, മധുര മീനാക്ഷി, ശുചീന്ദ്രം, രാമേശ്വരം, ശ്രീരംഗം, കുംഭകോണം, മൂടബിദ്രി, ചിതറാൾ, ശ്രീ പത്മനാഭ, ശബരിമല, ഇങ്ങനെ ഒരുപാട് ക്ഷേത്രങ്ങളും ആരാധനാലയങ്ങളുണ്ട്. അതെല്ലാം നമ്മുടെ കോമൺ പ്രോപ്പർട്ടിയാണെന്നുള്ള മനോഭാവം വേണമെന്നാണ് ഞാൻ പറയുന്നത്. അത് നമ്മുടെ എല്ലാവരുടെയും കൂടിയാണ്, ആരുടെ ഒറ്റക്കല്ല. ഹിന്ദുക്കൾക്ക് മുസ്ലിങ്ങളില്ലാണ്ട്, മുസ്ലിങ്ങൾക്ക് ഹിന്ദുക്കളില്ലാണ്ട് ഇന്ത്യയിൽ ജീവിക്കാൻ സാധ്യമല്ല. നമ്മളെല്ലാം കഴിക്കുന്നത് ഒരേ ആഹാരമാണ്, ധരിക്കുന്ന ഒരേ വസ്ത്രമാണ്. നമുക്ക് കേസ് വരുമ്പോൾ വക്കീലിനെ അന്വേഷിക്കുന്നത് മുസ്ലിം വക്കീലിനല്ല, ഡോക്ടർ അന്വേഷിക്കുമ്പോൾ ഈ മുസ്ലിം ഡോക്ടറല്ല. നമുക്ക് കിഡ്നി മാറ്റി വെക്കണം, രക്തം മാറ്റി വെക്കണം, കൊടുക്കണം, ഒക്കെ ചെയ്യണം. ഞാൻ ഈ അടുത്ത കാലത്ത് എൻ്റെ സ്വന്തം കാര്യമാണ്, ആരോടും പറയണ്ട. ഭാര്യയ്ക്ക് സുഖമില്ലാണ്ടായിട്ട് ലേക്ക് ഷോറിലൊരു മാസം ഉണ്ടായിരുന്നു. ഞാൻ ആ ലേക്ക് ഷോറിൽ കിടക്കുമ്പോൾ ഡോക്ടർ എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി 35 പേരുടെ രക്തം വേണമെന്ന് പറഞ്ഞു. ഞാൻ ആലുവയിൽ ലത്തീഫിനെ വിളിച്ച് പറഞ്ഞു, അദ്ദേഹം ഇവിടെ കാണണം. ലത്തീഫ് പറഞ്ഞു, ഡോണ്ട് വറി, വിത്തിൻ 1 hour ആൾ വരും എന്ന് പറഞ്ഞു. ഇംഗ്ലീഷിലല്ല പറഞ്ഞ, മലയാളത്തിലാണ്. എന്നാലും പിന്നെ 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ 17 മോട്ടോർ സൈക്കിൾ വന്നു. ഈ 2 പേര് ഓരോ വണ്ടിമേൽ 34 ആളായി. ആ 34 ആളും എൻ്റെ ഭാര്യയ്ക്ക് രക്തം കൊടുത്ത് മടങ്ങിപ്പോയി. 3 പേരെ മുസ്ലിങ്ങളുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ആ രക്തം മുഴുവൻ എൻ്റെ ഭാര്യയുടെ ശരീരത്തിൽ, ഞാൻ ഇപ്പം എന്ത് വേണം അല്ലേ? ഒരു ഉസ്താദ് എന്നാൾ പ്രസംഗിക്കുന്നുണ്ട്. ഇവിടെ ഉസ്താദുമാരുണ്ടെങ്കിൽ എനിക്ക് വിരോധമൊന്നുമില്ല, പറയാനുള്ളത് ഞാൻ പറയും. ഒരു ഉസ്താദ് വന്ന് പ്രസംഗിക്കുന്നുണ്ട്, ഈ അവയവദാനം ശരിയല്ല, അതൊന്നും ലീഗ് പറയരുത്, ഉസ്താദിൻ്റെ രീതിയിൽ പറയും. ആ താഴത്തേക്ക് ഉസ്താദ് ഇറങ്ങി വരുമ്പോൾ ഞാൻ ആ താഴത്തു നിന്നിട്ട് പറഞ്ഞു, ഉസ്താദെ നിങ്ങളെ കിഡ്നി പോകാതെ നോക്കിക്കൊള്ളണം എന്ന് പറഞ്ഞു. കാരണം അപ്പം കിട്ടുന്ന കിഡ്നി എ പോസിറ്റീവ് ബി പോസിറ്റീവ് എന്നല്ലാതെ ഏത് കിഡ്നിയാന്ന് നോക്കൂ. എല്ലാ ജാതി മതസ്ഥരും നിങ്ങൾക്ക് വല്ലതും അറിയണമെങ്കിൽ എങ്ങനെയാണ് മനുഷ്യരെ ഹിന്ദു മുസ്ലിം ഒരുമിച്ച് ജീവിക്കണം അറിയണമെങ്കിൽ ഗോ ടു RCC. നിങ്ങളൊരാഴ്ച പോയിട്ട് RCC റീജിയണൽ ക്യാൻസർ സെൻ്ററിൽ നിന്നിട്ടൊന്ന് ചുറ്റി നടന്നിട്ട് മടങ്ങി വരും. നിങ്ങൾ വേറൊരു പുതിയ മനുഷ്യനായി തീരും. മെഡിക്കൽ കോളേജിൽ പോയാൽ വേറൊരു മനുഷ്യനായി തീരും. ആ നമ്മളെ ഭിന്നിപ്പിക്കാനാണ് ആര് നോക്കുന്നത്? നരേന്ദ്രമോദി. വകവെച്ച് കൊടുക്കാൻ പാടില്ല, വകവെച്ച് കൊടുക്കാൻ പാടില്ല. ഹിന്ദുയിസം അതല്ല ഇവർ പ്രചരിപ്പിക്കുന്നതല്ല. ഹിന്ദുക്കൾ മുഴുവൻ നരേന്ദ്രമോദിയുടെ ആൾക്കാരല്ല. ഹിന്ദുക്കളെ അവരും കൂടി പൊളിറ്റിക്കലായിട്ട് വേർപെടുത്തുക എന്നുള്ളതാണ് രാഷ്ട്രീയ തന്ത്രം. ഇനി കോൺഗ്രസ് പാർട്ടി എന്ന് പറഞ്ഞ പാർട്ടി, അത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെയും മഹാത്മാഗാന്ധിയുടെയും ലാലാ ലജ്പത് റായിയുടെയും അബുൽ കലാം ആസാദിൻ്റെ ഒക്കെ പാർട്ടി തന്നെയാണ് ഇപ്പത്തെയും പാർട്ടി. അല്ലാതെ അത് 69-ലുണ്ടായ പുതിയ പാർട്ടിയൊന്നുമല്ല. ഈ പാർട്ടി പണ്ടേയുള്ള പാർട്ടിയാണ്. 1885 അലൻ ഒക്ടേവിയൻ ഹ്യൂം ഉണ്ടാക്കിയ കോൺഗ്രസ് പാർട്ടിൻ്റെ കണ്ടിന്യൂറ്റിയാണ് ഇപ്പോഴും. മുസ്ലിം ലീഗ് മാത്രമുള്ളൂ ആ കണ്ടിന്യൂറ്റി അല്ലാത്ത. 1906 സർവേന്ത്യ മുസ്ലിം ലീഗ് പാകിസ്ഥാനിൽ പോയപ്പോൾ ഇന്ത്യയിൽ ഖൈദമില്ലത്ത് ഉണ്ടാക്കിയ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് നമ്മുടെയാണ്. അവർക്ക് അങ്ങനെ കോൺഗ്രസ് പാകിസ്ഥാനിൽ ഉണ്ടാക്കേണ്ടി വന്നിട്ടില്ല. അതുകൊണ്ട് അവരുടെ കോൺഗ്രസ് പഴയ കോൺഗ്രസ് തന്നെയാണ്. അതിൽ CPM ഒക്കെ എടുത്ത സമീപനങ്ങൾ ഓരോ സന്ദർഭത്തിലും അവർക്ക് ശത്രു ആരാണെന്ന് തിരിച്ചറിയാത്തൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയമാണല്ലോ നമ്മൾ പറഞ്ഞത്. ഈ തെരഞ്ഞെടുപ്പിലും മാർക്സിസ്റ്റുകാർ ജയിച്ചാൽ ഡൽഹിയിൽ മോഡിയെ മാറ്റാൻ അവർ പ്രയോജനപ്പെടുമോ എന്നുള്ള കാര്യം വലിയ സംശയമാണ്. അവരെന്തെങ്കിലും വികലമായ നിലപാടെടുക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടിയെ തോൽപ്പിച്ചേ മതിയാവും. അവർ ജയിച്ചു പോയാൽ, ഇടതുപക്ഷം ജയിച്ചു പോയാൽ അവിടെ നരേന്ദ്രമോദിക്ക് സഹായകരമായ എന്തെങ്കിലും തന്ത്രം സ്വീകരിക്കാനുള്ള സാധ്യതകളുണ്ട്. അവരാണ് ഇന്ത്യയിൽ ആദ്യമായി ജയപ്രകാശ് നാരായണൻ്റെ വിപ്ലവം വന്നപ്പോൾ ടോട്ടൽ റവല്യൂഷൻ എന്ന് പറഞ്ഞ് ഇന്ദിരാഗാന്ധിക്കെതിരായിട്ട് വിപ്ലവം നടത്തിച്ചത് അമേരിക്കക്കാരാണ്. അമേരിക്കൻ സാമ്രാജ്യത്വമാണ് വിപ്ലവം നടത്തിച്ചത്. ജയപ്രകാശ് നാരായണൻ ടോട്ടൽ റവല്യൂഷൻ എന്ന് പറഞ്ഞ് ഇന്ദിരാഗാന്ധിയുടെ പട്ടാളത്തിനോട് പോലീസിനോടും അനുസരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് യുദ്ധം ഉണ്ടാക്കിയപ്പോൾ, കലാപം ഉണ്ടാക്കിയപ്പോൾ, ഗുജറാത്തിൽ സ്റ്റുഡൻസ് കലാപം, തീവെപ്പും ഒക്കെ ഉണ്ടായപ്പോൾ അതിനെ സഹായിച്ച മാർക്സിസ്റ്റ് പാർട്ടിയാണ്. ഇന്ദിരാഗാന്ധിയുടെ കോൺഗ്രസ് ആദ്യമായി ചരിത്രത്തിൽ 1977 തോറ്റത്. 1975 ജൂൺ 25 അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. അത് പ്രഖ്യാപിക്കുമ്പോൾ ഞാൻ കൂത്താട്ടുകുളം അങ്ങാടിയിൽ നിന്ന് പ്രസംഗിക്കുകയായിരുന്നു. അടിയന്തരാവസ്ഥ ആ പ്രസംഗം നടക്കുമ്പോൾ ഒരു പോലീസുകാരൻ വന്നിട്ട് പറഞ്ഞു, ഞാനൊരു സ്റ്റുഡൻറ്റ് നേതാവായിരുന്നു, പ്രസംഗം നിർത്തണം എന്ന് പറഞ്ഞു. എന്ത് ചോദിച്ചു? അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുന്നു പറഞ്ഞു. ഓ, നിർത്തിയായിരുന്നു. അപ്പം നിർത്തിയാണ് ഞാൻ 75. അതിനുശേഷം പിന്നെ ആ അടിയന്തരാവസ്ഥ കഴിയോളം പ്രസംഗിക്കേണ്ടി വന്നില്ല. ആ 75 ശേഷം ഈ 2 കൊല്ലം കഴിഞ്ഞപ്പോൾ ഇന്ദിരാഗാന്ധി ചെയ്തത് എന്താ? ശരിക്ക് അടിയന്തരാവസ്ഥയെ നമ്മൾ അനുകൂലിച്ചിട്ടൊന്നുമില്ല. പക്ഷേ ഇന്ദിരാഗാന്ധി ചെയ്തത് അമേരിക്കൻ സാമ്രാജ്യത്വത്തിൻ്റെ ഇടപെടലിനെ ചെറുക്കലാണ്. അങ്ങനെ ഒരു നല്ല വശനുണ്ട്. കാരണം എന്താ വെച്ചാൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു സോവിയറ്റ് പക്ഷപാതിയായിരുന്നു. പഞ്ചവത്സര പദ്ധതിയൊക്കെ അവിടെ നിർത്തതാണ്. അമേരിക്കൻ അനുകൂലി ആയിരുന്നില്ല. ഇന്ദിരാഗാന്ധി അമേരിക്കൻ അനുകൂലി ആയിരുന്നില്ല. ഇന്ദിരാഗാന്ധി 69 ബാങ്കുകൾ ദേശവൽക്കരിച്ചത്, രാജാക്കന്മാരുടെ പ്രീപേഴ്സും മാലിക്കാനും നിർത്തലാക്കിയത്.
ഒരുപാട് നല്ല കാര്യങ്ങൾ ഇന്ദിരാഗാന്ധി ലെഫ്റ്റ് സ്വഭാവമുള്ള കാര്യങ്ങൾ ചെയ്തു. ആ ഇന്ദിരാഗാന്ധിയെ അട്ടിമറിക്കേണ്ടത് അമേരിക്കയുടെ ആവശ്യമായിരുന്നു. അവരായിട്ടുള്ള വിദേശ ബന്ധം മോശമായിരുന്നു. ആ അമേരിക്ക ഇടപെട്ടിട്ടാണ് ജയപ്രകാശ് നാരായണനെയും BJPനെയും ജനസംഘത്തിനും ഇവിടെ അണിനിരത്തി. അതിൻ്റെ കൂടെ ഇരുന്ന് മാർക്സിസ്റ്റ് പാർട്ടി. ആ 69-ൽ ഇന്ത്യയുടെ രാഷ്ട്രപതി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഇന്ദിരാഗാന്ധി സ്വന്തം ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി. അത് VV ഗിരിയാണ്. നീലം സഞ്ജീവ് റെഡ്ഡി ആയിരുന്നു പാർട്ടിയുടെ സ്ഥാനാർത്ഥി. അപ്പോൾ നമ്പൂതിരിപ്പാട് ഒരു തന്ത്രം പ്രയോഗിച്ചു. 2 കോൺഗ്രസ് ഒന്നാണ് പറഞ്ഞു. 69-ൽ കോൺഗ്രസ് പിളർന്നപ്പോൾ അശോക മേത്ത, നിജലിംഗപ്പ, മൊറാർജി ദേശായി ഒക്കെ ഉൾപ്പെടുന്ന സിൻഡിക്കേറ്റ് കോൺഗ്രസ് വേറെയാണ്. ഇൻഡിക്കേറ്റ് കോൺഗ്രസ് എന്ന് പേരിട്ടിട്ട് ഇന്ദിരാഗാന്ധി വേറെയാണ്. ഇന്ദിരാഗാന്ധിൻ്റെ സ്ഥാനാർത്ഥി VV ഗിരിയാണ്. VV ഗിരിക്ക് മാർക്സിസ്റ്റുകാർക്ക് വോട്ട് ചെയ്യണം പാർലമെൻറ്റിൽ, പ്രസിഡന്റ് സ്ഥാനത്തേക്ക്. അതിനപ്പം നമ്പൂതിരിപ്പാട് ഒരു ലൈൻ എടുത്തു. 2 കോൺഗ്രസ് ഒരുപോലെയാണ്, ആർക്കും വോട്ട് ചെയ്യാന്നുള്ള മട്ടിൽ അവർ VV ഗിരിക്ക് വോട്ട് ചെയ്തു. VV ഗിരി ജയിച്ചു. സഞ്ജീവ് റെഡ്ഡി ഒറിജിനൽ സ്ഥാനാർത്ഥി തോറ്റു. അത് കഴിഞ്ഞപ്പോൾ 1970-ൽ വീണ്ടും ലോക്സഭാ ഇലക്ഷൻ 71-ൽ വന്നു പൊതു തെരഞ്ഞെടുപ്പ്. ആ 71-ലെ പൊതു തെരഞ്ഞെടുപ്പായപ്പോൾ നമ്പൂതിരിപ്പാട് പറഞ്ഞെന്താണോ, അപ്പം 2 കോൺഗ്രസ് മൂപ്പർക്ക് ഒന്നല്ല, മൂപ്പര് സിൻഡിക്കേറ്റ് കോൺഗ്രസിൻ്റെ കൂടെ നിന്നു. ഏത് കോൺഗ്രസ്? മൊറാർജി ദേശായി, അശോക മേത്ത, താരകേശ്വരി സിൻഹ, ഇങ്ങനെയുള്ള ആൾക്കാരുള്ള ഇന്ദിരാഗാന്ധിക്ക് എതിരായിട്ടുള്ള കോൺഗ്രസിൻ്റെ കൂടെ നിന്നു. കൽപ്പള്ളി മാധവമേനോനും ഹൈദ്രോസാജിയൊക്കെ അസംബ്ലിക്ക് പോയത് ആ കാലത്താണ്. അവരൊക്കെ സ്വതന്ത്രന്മാരായിട്ട്, അവരൊക്കെ വലതുപക്ഷക്കാരായിട്ട് ജയിച്ചു പോയതെന്നാണ്. അപ്പോൾ 71-ൽ, അപ്പോൾ 69-ൽ മാർക്സിസ്റ്റ് പാർട്ടി ഇന്ദിരാഗാന്ധിൻ്റെ കൂടെ നിന്നു. 71 മൊറാർജി ദേശായിൻ്റെ കൂടെ നിന്നു. ആ ഓരോ ഘട്ടത്തിലും കാണാൻ സാധിക്കും. പിന്നെ ഒരിക്കലും ഞാൻ ആദ്യം ഹോജിമിൻ്റെ കാര്യം പറഞ്ഞാൽ മതി, മാർക്സിസ്റ്റ് പാർട്ടിക്ക് യഥാർത്ഥ ശത്രു ആരാണെന്നുള്ള കാര്യത്തിൽ തീരുമാനം എടുക്കാൻ ഇതുവരെ പറ്റിയില്ല. ഇന്ത്യയിൽ ആദ്യമായി, അല്ലെങ്കിൽ ലോകത്തിൽ ആദ്യമായി തൊഴിലാളി വർഗത്തിൻ്റെ പാർട്ടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നത് കേരളത്തിലാണ് 1957-ൽ. അത് മാർക്സിസ്റ്റ് പാർട്ടിയാണെന്നാണ് പലരും ധരിച്ചു വെച്ചിട്ടുള്ളത്. അല്ല, അത് CPI ആണ്. അന്ന് മാർക്സിസ്റ്റ് പാർട്ടി ഇല്ല. 1964-ലാണ് മാർക്സിസ്റ്റ് പാർട്ടി ജനിക്കണത്. 1930-ൽ മഹാത്മാഗാന്ധി ദേശീയ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള സമരത്തിൻ്റെ ഭാഗമായിട്ട് നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിച്ചു. ആ നിസ്സഹകരണ പ്രസ്ഥാനത്തോട് മാർക്സിസ്റ്റുകാർ, അന്നത്തെ കമ്മ്യൂണിസ്റ്റുകാർ നിസ്സഹകരിച്ചു. അന്ന് മാർക്സിസ്റ്റ് ഇല്ല, ഒരു കമ്മ്യൂണിസ്റ്റുള്ളൂ. 1925 ജൂൺ 25-ന് കാൻപൂരിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായത്. ആ 25 തന്നെയാണ് RSS ഉണ്ടായത്. 30-ൽ അവർ നിസ്സഹകരണ പ്രസ്ഥാനത്തെ എതിർത്ത് സ്വാതന്ത്ര്യ സമരത്തിൽ നിന്ന് ഒറ്റപ്പെട്ടു. 42-ൽ ക്വിറ്റ് ഇന്ത്യ, ഇന്ത്യ വിട്ടുപോകാതെ ഇനി വിടൂല എന്ന് പറഞ്ഞപ്പോൾ അതിനെ എതിർത്ത് ബ്രിട്ടീഷുകാരൻ്റെ പക്ഷത്ത് നിന്ന് ബ്രിട്ടീഷുകാർക്ക് വേണ്ടി ഇവിടുത്തെ സ്വാതന്ത്ര്യ സമര സേനാനികൾ പാലം പൊളിക്കുന്നുണ്ടോ നോക്കാൻ പട്ടാളക്കാരോടൊപ്പം പാലത്തിനും തോടിനുമൊക്കെ കാവലുന്നവരാണ് മാർക്സിസ്റ്റുകാർ. 47-ൽ ഇന്ത്യ സ്വതന്ത്രമായി. 48-ൽ ഇവർ ജനുവരിയിൽ യോഗം ചേർന്നിട്ട് പറഞ്ഞു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല. കൽക്കട്ട തീസിസ് എന്ന് പറഞ്ഞ സാധനം അതാണ്. രണദിവയാണെന്ന് പാർട്ടി സെക്രട്ടറി. സ്വാതന്ത്ര്യം കിട്ടിയില്ല, അതുകൊണ്ട് സ്വാതന്ത്ര്യത്തിനു വേണ്ടി നെഹ്റുവിൻ്റെ ഗവൺമെൻറ്റിനെതിരായിട്ട് സായുധ വിപ്ലവം നടത്തണം എന്ന് പറഞ്ഞു മാർക്സിസ്റ്റ് പാർട്ടി. സായുധ വിപ്ലവത്തിന് ഒരുമ്പെട്ട പാർട്ടി ക്ഷീണിച്ച് തകർന്ന്, ആരും സായുധ വിപ്ലവം നടത്തിയുമില്ല. പാർട്ടിയിൽ നിന്നൊക്കെ ആൾ ഒഴിഞ്ഞുപോയി. വളരെ പ്രയാസമായി. 1951 ആയപ്പോൾ പറഞ്ഞു അന്നത്തെ 48-ലെ തീരുമാനം തെറ്റായിരുന്നു, സ്വാതന്ത്ര്യമൊക്കെ കിട്ടിയിരിക്കുന്നു, കൊടിയൊക്കെ എല്ലായിടത്തും കാണാണ്ടല്ലോ പറഞ്ഞു. അപ്പോൾ സ്വാതന്ത്ര്യമൊക്കെ കിട്ടിയെന്ന് 51 കഴിഞ്ഞ് 56 വരെ പിന്നെ പാർട്ടിയിൽ ചർച്ച ചെയ്യും. ആരാണ് ശത്രു, കോൺഗ്രസ് ആണോ മുഖ്യ ശത്രു എന്നുള്ള ചർച്ചയായി. 56-ൽ പാലക്കാട് ചേർന്ന പാർട്ടി കോൺഗ്രസ്സിൽ കോൺഗ്രസിനോട് ചേരണം എന്നൊരു ഗ്രൂപ്പും ചേരണ്ടെന്നൊരു ഗ്രൂപ്പും പറഞ്ഞിട്ട് ചേരണ്ടണം എന്ന് പറഞ്ഞ് പാർട്ടി പിരിഞ്ഞു. പാർട്ടി കോൺഗ്രസ് പിരിഞ്ഞു. 56 കഴിഞ്ഞ് 1960-ൽ മോസ്കോയിൽ 81 കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ഒരു ലോക സമ്മേളനം ചേർന്നു. ആ സമ്മേളനത്തിലാണ് ആദ്യമായിട്ട് തീരുമാനിച്ചത് തെരഞ്ഞെടുപ്പ് വേണമെങ്കിൽ ഉപയോഗിക്കാം, ഇപ്പോഴും മാത്രമല്ല. അങ്ങനെയാണ് 60-ൽ തീരുമാനിക്കാൻ കാരണം 57-ൽ ഇവിടെ കിട്ടിയതിൻ്റെ ഒരു ഉദാഹരണത്തിലാണ്. അന്ന് ലോകത്തിലെ 2 പാർട്ടികൾ ഒരു പക്ഷത്തും 79 പാർട്ടി മറുഭാഗത്തും വന്നു. 81 കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിൽ അൽബേനിയയും ചൈനയും ഒരു ഭാഗത്തും ഇന്ത്യ ഉൾപ്പെടെയുള്ള എല്ലാ രാജ്യത്തെ പാർട്ടികളും ഒരു ഭാഗത്തും വന്നു. അതിൽ ഒപ്പിട്ട ആളാണ് നമ്പൂതിരിപ്പാട്. അയാൾ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്തു വെച്ചാൽ ആ ചൈനക്കാരെ പക്ഷത്തേക്ക് പിന്നെ അങ്ങോട്ട് തിരിഞ്ഞു. അവിടെ ഒപ്പിട്ട് പോകുന്നതാണ്. അതിൻ്റെ മഷി ഉണങ്ങുന്നതിന് മുമ്പ് ഇവിടെ വന്നിട്ട് ഞങ്ങൾ ചൈനീസ് പാർട്ടി പറയണതാണ് ശരിയാണ്. അപ്പോൾ 64-ൽ 62-ൽ ഇന്ത്യ, അത് 60-ലായിരുന്നു, 62-ൽ ഇന്ത്യയെ ചൈന ആക്രമിച്ചു. ചൈന ആക്രമിച്ചപ്പോൾ ഇവർ ചൈനീസ് പക്ഷത്താണ്. ഇവർക്ക് ചെറിയൊരു പ്രശ്നം, എന്താ ഇപ്പോൾ ചെയ്യേണ്ടത്? ചൈനക്കാരോട് ചോദിച്ചപ്പോൾ ചൈന പറഞ്ഞു ഞങ്ങളും എല്ലാം അതിർത്തിക്കൊണ്ട് വരാം, നിങ്ങളവിടെ ഒന്ന് റെഡിയായി നിന്നാൽ മതി, ഭരണം നിങ്ങളെ ഏൽപ്പിച്ച് അവിടെ നിന്ന് നിരപ്പാക്കിയിട്ട് ഞങ്ങൾ പോരായിരുന്നു. അത് വിചാരിച്ചപ്പോൾ നമ്പൂതിരിപ്പാട് പറഞ്ഞു ചൈന ചൈനയുടേതെന്നും ഇന്ത്യ ഇന്ത്യയുടേതെന്നും പറയുന്ന അതിർത്തി ലംഘിക്കപ്പെട്ടിരിക്കണമെന്ന് പറഞ്ഞു കേട്ടു. ഇയാൾ ഇവിടെ തരണമെന്ന് ആർക്കും അറിയില്ല. അപ്പോൾ അത് കഴിഞ്ഞ 62-ൽ അങ്ങനെ ചൈന ആക്രമണത്തിൽ നമ്മൾ തോറ്റു. 64-ആയപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ വിഷയങ്ങളെ കൂടി വെച്ച് 2ആയി പിളർന്നു. 64-ൽ പിളർന്നപ്പോൾ നമ്പൂതിരിപ്പാട് പറഞ്ഞു അവർക്ക് ആരും ഇല്ലാണ്ടായി, ചൈന മാത്രമായി.
അപ്പോൾ ചൈനയുടെ പക്ഷത്തായി കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി 64. അപ്പോൾ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറഞ്ഞു അന്ന് യുദ്ധം ചെയ്തിട്ട് കാര്യം ഉണ്ടായില്ല, ഇപ്പം നിങ്ങൾ എങ്കിലും ഒരു വേഗം വിപ്ലവം നടത്തിയെന്ന് പറഞ്ഞു. ഇവിടെ അതിനുള്ള സഹായമൊക്കെ ചൈന ചെയ്തു കൊടുത്തു. 1967 വരെ മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഒന്നും പ്രത്യേകിച്ച് വിപ്ലവമൊന്നും നടത്താൻ കഴിഞ്ഞില്ല. അപ്പോൾ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവരുടെ മുഖപത്രത്തിൽ തന്നെ എഴുതി വെച്ചു, ഇന്ത്യയിലെ മാർക്സിസ്റ്റ് പാർട്ടി സാമ്രാജ്യത്വത്തിൻ്റെ ചെരുപ്പ് നക്കികളാണ്. ചെറിയ വാക്കൊന്നുമില്ല. അപ്പോൾ 67 മാർക്സിസ്റ്റ് പാർട്ടിയെ ചൈനയും കൈവിട്ടു. ചൈന കൈവിട്ടപ്പോൾ നമ്പൂതിരിപ്പാട് പ്രസ്താവന ഇറക്കി, ഞങ്ങൾ ലോക കമ്മ്യൂണിസം മരിച്ചു പോയിരിക്കുന്നു പറഞ്ഞു. ഞങ്ങൾ അംഗീകരിക്കാത്തവർ ഇനി ഞങ്ങൾക്കൊരു ദേശീയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് പറഞ്ഞു. അങ്ങനെയാണ് 1967 അദ്ദേഹം പറഞ്ഞത്, കോൺഗ്രസിനെ തോൽപ്പിക്കാൻ ഞങ്ങൾ ഏത് ചെകുത്താനായിട്ട് കൂടുന്നു. അതൊക്കെ പത്രവാർത്തകളൊക്കെ ഇപ്പോഴും എൻ്റെ അടുത്ത് കാണണം. അങ്ങനെ കൂടുന്നു പറഞ്ഞിട്ട് 9 സ്റ്റേറ്റിലായിട്ട് കോൺഗ്രസിൻ്റെ അധികാരം ചുരുങ്ങിപ്പോയി. ആ സാഹചര്യങ്ങൾ മാറി വന്നിട്ടാണ് 69 കോൺഗ്രസിൽ പ്രശ്നങ്ങളുണ്ടായി. കോൺഗ്രസ് വളർന്ന് ഇന്ദിരാഗാന്ധിൻ്റെ കോൺഗ്രസ് ആയത്, വി ഗിരിൻ്റെ തെരഞ്ഞെടുപ്പും മറ്റ് സംഗതികളൊക്കെ വന്നത്. അപ്പോൾ ഇവർ ആ കാലത്തും ഈ കാലത്തും യഥാർത്ഥ ശത്രുവാരെന്ന് മനസ്സിലാക്കിയില്ല. ഇപ്പോഴും ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിലും അവർ ചെയ്യുന്ന പണി കണ്ടില്ലെങ്കിൽ ഇപ്പോൾ ഈ വയനാട്ടിലെ ഇല്ലേ ഷാജി, ആ റിസോർട്ടിൽ, ഉപവൻ റിസോർട്ടിൽ വെറുതെ ഒരു ചങ്ങാതിനെ വെടിവെച്ചു. നമ്മൾ നക്സലൈറ്റൊന്നുമല്ല, വെറുതെ ഒരു ചങ്ങാതിനെ വെടിവെച്ചു. അതിൻ്റെ മുമ്പ് നിലമ്പൂർ 3 പേരെ വെടിവെച്ചു. കണ്ടാൽ വെടിവെക്കണം, കണ്ടാൽ വെടിവെക്കേണ്ട പല ആൾക്കാരും ഇപ്പോൾ സ്ഥാനാർത്ഥികളവിടെ. എന്നിട്ട് ഇവിടെ ഒരു കുഴപ്പമുണ്ടാകാത്ത ഒരു ചങ്ങാതിയെ വെറുതെ വെടിവെച്ചു. എന്നാൽ അറസ്റ്റ് ചെയ്തൂടെ, നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്നൂടെ? രാഷ്ട്രീയ കൊലപാതകം ഒരു പ്രധാന വിഷയമാണ് തിരഞ്ഞെടുപ്പിൽ, പറഞ്ഞിരിക്കണം. രാഷ്ട്രീയ കൊലപാതകം പറഞ്ഞാണ് നമുക്കിവിടെ ഐക്യജനാധിപത്യ മുന്നണി ഉണ്ടായത്. തെങ്ങിൻ്റെ കൊലക്കും അല്ലേ മനുഷ്യൻ്റെ തലക്കും വേറൊന്നും കൂടി ഉണ്ടായിരുന്നു. ഒരു രക്ഷയില്ല കേരളത്തിൽ നമ്പൂരിപ്പാട് ഭരിക്കും പറഞ്ഞിട്ടാണ് വേറെ ഇവിടെ ഈ ഭരണം വന്നത്. ആ ഐക്യജനാധിപത്യ മുന്നണി തന്നെ വന്നത്. അവർ കൊന്നതിനൊരു കയ്യും കണക്കുമില്ല. ഒരു ഷുക്കൂറും ഷുഹൈബും ചന്ദ്രശേഖരനും പെരിയ കൊലപാതകവും മാത്രമൊന്നുമല്ല. എന്താ പറയണത്? ആയിരക്കണക്കിന് ആളുകളുടെ പട്ടിക പ്രസിദ്ധീകരിക്കാൻ സാധിക്കും. CPI-കാരെ കൊന്നിട്ടുണ്ട്, BJP-കാരെ കൊന്നിട്ടുണ്ട്, ലീഗുകാരെ കൊന്നിട്ടുണ്ട്, എല്ലാ പാർട്ടികളെയും പെട്ടവരെ മാർക്സിസ്റ്റുകാരെ കൊന്നിട്ടുണ്ട്. അത് അംഗീകാരത്തോടു കൂടി പാർട്ടി തീരുമാനിച്ച് ചെയ്യുന്നതാണ്. യാതൊരു കുറ്റബോധവും പഠിച്ചവൻ സഹായിച്ച അവർക്കില്ല. അവർ ഉന്മൂലന സിദ്ധാന്തത്തിൽ വിശ്വസിക്കുന്നവരാണ്. വെറുതെ കളവ് പറയാണ്. പൊന്നാനിയിൽ കുഞ്ഞമ്പാവനെ കൊന്നു, അട്ടമല മുസ്തഫയെ കൊന്നു, കോട്ടയത്ത് തങ്കപ്പനെ കൊന്നു, ആലിപ്പറമ്പിൽ ജനാർദ്ദനെ കൊന്നു, മുഴക്കുന്നിൽ ദിവാകരനെ കൊന്നു, കൊയിലാണ്ടിയിൽ രാജേന്ദ്രനെ കൊന്നു. ഇങ്ങനെ കണക്കിലോണ്ട പഴയ കൊലപാതകങ്ങളുണ്ട്. അതിൽ വയനാട്ടിൽ മാത്രമാണ് AITC-കാർ മാർക്സിസ്റ്റുകാരൻ്റെ കൊല നിർത്തിയത്. അട്ടമലയിൽ മുസ്തഫ പറഞ്ഞ ഒരു AITC-കാരൻ അവർ തട്ടി. 3-ാമത്തെ ദിവസം അവിടുത്തെ ശിവരാമൻ എന്നൊക്കെ പറഞ്ഞൊരു നേതാവുണ്ടായിരുന്നു. ഇവരെല്ലാവരും കൂടി ചേർന്ന് 3 മാർക്സിസ്റ്റുകാരൻ കൊന്നു. പിന്നെ ഇന്ന് വരെ വയനാട്ടിൽ CPI-കാരായിട്ട് ഇതെല്ലാം പോയിട്ടില്ല. അതാണ് മരുന്ന് നമ്മൾ ചെയ്യണമെന്നെല്ലാം പറഞ്ഞു. ബാക്കിയെല്ലാം ഫണ്ട് വിരിവും മറ്റേ സഹായങ്ങളും സഹായ സഹകരണങ്ങളും കരച്ചിലും പിഴിച്ചിലും വാട്സപ്പ് കൊണ്ടൊന്നും കാര്യമില്ല. മാർക്സിസ്റ്റുകാർ കൊല്ലാനായിട്ട് നടക്കുകയാണ്. അവർ അക്രമ രാഷ്ട്രീയം പ്രചരിപ്പിക്കുന്ന ഈ പിണറായി വിജയനൊക്കെ അങ്ങനെയുള്ള കൊലക്കേസുകളിൽ പ്രതികളായിട്ടുള്ള ആൾക്കാരാണ്. ധാരാളം പ്രതികളിലുണ്ട്, അറിയപ്പെടുന്നവരും അല്ലാത്തവരുണ്ട്. ക്രിമിനലുകളാണ്, തീറ്റിപ്പൂറ്റാണ്, കൊട്ടേഷൻ സംഘങ്ങളാണ്. ഒരു വിട്ടുവീഴ്ചയില്ലാതെ ആ അക്രമ രാഷ്ട്രീയത്തെ ഈ തെരഞ്ഞെടുപ്പിൽ അപലപിക്കണം. അപ്പോൾ അക്രമ രാഷ്ട്രീയം, ശബരിമല, ശരീഅത്ത്, മുത്തലാഖ്, ഈ കുത്തക മുതലാളിമാരെ സഹായിക്കൽ, കൃഷിക്കാരൻ്റെ പ്രശ്നം, തൊഴിൽ രാഹിത്യം, ഇതുപോലുള്ള പ്രശ്നങ്ങൾ മുഴുവൻ പോലീസിനൊക്കെ രാഷ്ട്രീയവൽക്കരിക്കുന്നത്, ദുരുപയോഗം ചെയ്യുന്നത്, ഈ വിഷയങ്ങളൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ കൊണ്ടുവരണം. ആ കൂട്ടത്തിൽ മതന്യൂനപക്ഷങ്ങളുടെ കാര്യവും പറയാമെന്നല്ലാണ്ട് മതന്യൂനപക്ഷം മാത്രം പറഞ്ഞ് അസ്സലാമു അലൈക്കും വലൈക്കും അസ്സലാം എന്ന് പറഞ്ഞിട്ട് പിരിഞ്ഞു പോയിട്ടൊന്നും കാര്യമില്ല. ജനങ്ങളുടെ ഒരു പാർട്ടി, ഒരു പൊളിറ്റിക്കൽ പാർട്ടി എന്നുള്ള നിലക്ക് ആ അംഗീകാരം നമുക്ക് കിട്ടണമെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ചെയ്തേ പറ്റുള്ളൂ. അതിനുവേണ്ടി തയ്യാറെടുപ്പ് നടത്താൻ സാധിക്കുന്ന ഈ നേതാക്കന്മാരുടെ മുമ്പിൽ കുറച്ചു നേരം സംസാരിക്കാൻ അവസരമുണ്ടായതിൽ സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും.